കോവിഡ് വരുന്നതിന് മുമ്പേ വരെ we have never thought of a situation like the present life and a change in our lifestyle. We have been thinking that each one of us, either we may be a professional, we may be doing business, we may be into whatever field we have. നമ്മൾ ഏതൊക്കെ മേഖലയിലായിരുന്നാലും നമ്മൾ അതുവരെ ധരിച്ചിരുന്നത് കാര്യങ്ങൾ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അതേ രീതിയിൽ ഒരു പടി കൂടി മുന്നിലേക്ക് ഇത് മുമ്പോട്ട് പോകും എന്നുള്ളതായിരുന്നു. ബട്ട് വെൻ ദ COVID-19, it is titled as in that way, has the first hit, കഴിഞ്ഞ ഒരു വർഷം അത് കഴിഞ്ഞ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് റീലോഡഡ് എന്ന് പറയാവുന്ന രീതിയിൽ ഞാൻ ഇന്നൊരു പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അതാണ്, കോവിഡ് റീലോഡഡ്. രണ്ടാമതും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നോർമൽ എന്നുള്ളതിന് മാറി ന്യൂ നോർമൽ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയെ പറ്റി കേട്ടുകൊണ്ടിരിക്കുക. ബിഫോർ ദാറ്റ് വി ഹാവ് നെവർ തോട്ട് ഓഫ് ഇറ്റ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് നമ്മൾ ഒരിക്കലും കരുതിയതല്ല. അതുകൊണ്ട് തന്നെ വെൻ വി ലുക്ക് ബാക്ക്, അവർ ഡേയ്സ് വർ ടു ഹെക്ടിക്. രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ തിരക്കുള്ള ജീവിതം നയിച്ച ആളുകളായിരുന്നു നമ്മളെല്ലാവരും. ആൻഡ് വി വർ റിയലി എൻജോയിങ് ഇറ്റ്. വി വർ മേക്കിംഗ് മണി, വി വർ എൻജോയിങ്, വി വർ സ്പെൻഡിങ്, വി വർ ഡൂയിങ് ഓൾ സോർട്ട് ഓഫ് തിങ്സ്. ഫൈൻ. ആൻഡ് നൗ what will be the situation after COVID? How we are going to survive the business crisis? Both the way, how we the individual is going to survive, നമ്മൾ എങ്ങനെയാണ് ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പാർട്ട് അവിടെ മാറ്റി നിർത്തട്ടെ. ബിസിനസ് രംഗത്ത് നമ്മൾ എങ്ങനെയാണ് നിലനിൽക്കാൻ വേണ്ടി പോകുന്നത്, ഈ കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം 2020 ഏകദേശം 60 ദിവസത്തോളം പരിപൂർണമായി അടച്ചിടലിന് ശേഷം പുറത്തേക്ക് വന്ന് ഏകദേശം ആളുകൾ പറയുന്ന രീതിയിൽ ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് തുടങ്ങുന്ന സമയം, കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി എന്ന് കരുതി നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പൊ പിന്നെയും വന്നിരിക്കുന്നു രണ്ടാമത് ലോക്ക്ഡൗൺ. ഇത് ഒരാഴ്ച എന്ന് പറയുന്നു, 2 ആഴ്ച എന്ന് പറയുന്നു, 1 മാസം എന്ന് പറയുന്നു, എപ്പോൾ തീരും എന്നുള്ളത് നമുക്കറിയില്ല. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി ഏത് രീതിയിൽ നമ്മൾ തയ്യാറാകണം? ബിസിനസിന്റെ ആംഗിളിൽ തന്നെ കണ്ടുകൊണ്ട് അതിനെ 2 തരത്തിലാണ് ഞാനിവിടെ കാണുന്നത്. ഒന്ന്, ഇഫ് യു ആർ എൻ ഓൺട്രപ്രണർ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു പുതിയ ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി പോകുന്നു. അല്ല, നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന വീഴ്ചകളെ അല്ലെങ്കിൽ കുറവുകളെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നു. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സെഷനിൽ. ഒപ്പം ഇതിൻ്റെ ഒരു അവസാനമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ പ്രയാസത്തെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഹൗ യു വിൽ ബിക്കം എ ബിസിനസ് ലീഡർ അൾട്ടിമേറ്റ്ലി എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ സെഷൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വളരെ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. സോ രാകേഷ്, ഒന്ന് എനിക്ക് പറഞ്ഞു തരണം, ലിസ്റ്റ് ഔട്ട് ദ ചാലഞ്ചസ്. നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ, കോവിഡ് കാലത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ നേരിട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ക്യാൻ യു ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ദ ചാലഞ്ചസ് ദാറ്റ് യു ഫേസ്ഡ് ഇൻ യുവർ ബിസിനസ്? ആളുകൾ ഉത്തരം എഴുതി തുടങ്ങണം. വീഡിയോ ഹൈഡ് ചെയ്ത് ഇരിക്കുന്നത്, അതെ, വീഡിയോ ഹൈഡ് ചെയ്തിരിക്കുന്നതിനോട് എനിക്ക് പരാതിയില്ല രാകേഷേ. ആൾക്കാർ വീഡിയോ ഹൈഡ് ചെയ്തിരുന്നോട്ടെ. കാരണം രാത്രി 11 മണിക്കൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കണം എന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. പക്ഷെ ചാറ്റ് ബോക്സിൽ ഉത്തരം എഴുതുന്നത് ഇതിനോട് അനുബന്ധപ്പെട്ട ഉത്തരങ്ങളായിരിക്കണം. ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, കോവിഡ് കാലത്ത് നിങ്ങൾ നേരിട്ട ഏറ്റവും വെല്ലുവിളികൾ എന്ത് എന്ന് ചോദിച്ചപ്പോൾ ബിസിനസ്സുമായി കണക്റ്റഡ് ആയ വെല്ലുവിളികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ ഈ സമയം ഉത്തരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് രാകേഷ് വായിക്കണം. മണി പ്രോബ്ലം. തീർച്ചയായിട്ടും കേൾക്കുന്നില്ലേ? മണി ഫ്ലോ, റെന്റ് ഇഷ്യൂസ്, സ്റ്റാഫ് ഷോർട്ടേജ്, സോഷ്യൽ ഡിസ്റ്റൻസ്,
സോഷ്യൽ ഡിസ്റ്റൻസ്, ഓക്കെ. മാർക്കറ്റിംഗ്, പിന്നെ വർക്ക് കുറവ്, അങ്ങനെ കുറച്ച് ബിസിനസ് ക്യാമ്പയിൻ എക്സ്പോ നടക്കുന്നില്ല, ഔട്ട്ഡേറ്റഡ് ആയി, ഡയറക്റ്റ് മീറ്റിംഗ് വിത്ത് ക്ലയൻസ് ഇസ് നോട്ട് ഹാപ്പനിങ്, ഫിനാൻസ്, കസ്റ്റമർ ഷോർട്ടേജ്, ഓഫീസ് ക്ലോസ്, എല്ലാം അങ്ങനെയാണ്. സ്റ്റാഫ് കാൺ കം ടു ഓഫീസ്, staff cannot come to office, okay. Sales customer declining, dealing, okay. reduced budget, ഏറ്റവും അവസാനം പറഞ്ഞത് reduced budget, okay. അതെ. So we have a list of challenges. നമുക്ക് ഇന്ന് സമയം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ ബിസിനസിന്റെ ഇടയിൽ നേരിട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 പേജോ 1.5 പേജോ നമുക്ക് എഴുതാനുണ്ടാവും. ഫൈൻ. It varies from business to business or individual to individual. ബേസിക് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസിന്റെ ഒരു കണ്ടിന്യൂറ്റി എനിക്കില്ല എന്നുള്ള ഒരു വെല്ലുവിളി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വാട്ട് എവർ ഐ ഹവ് ബീൻ ഡൂയിങ്, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് കണ്ടിന്യൂറ്റി ഈസ് അറ്റ് റിസ്ക്. ഐ മേ ബി എ റീറ്റെയിലർ, ഞാൻ ഒരു ഹോൾസെയിലർ ആയിരുന്നാലും റീറ്റെയിലർ ആയിരുന്നാലും, ഞാൻ ഒരു കൺസൾട്ടന്റ് ആയിരുന്നാലും, ഞാനൊരു കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന ഒരാളായിരുന്നാലും, ഞാനൊരു ടീം പ്ലെയർ ആയിരുന്നാലും, എങ്ങനെ ഇരുന്ന ആളായാലും the biggest challenge, first challenge, if you ask me to write, is business continuity. റിസ്ക് ആയിരുന്നു ഈ കഴിഞ്ഞ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഞാൻ നേരിട്ട പരാതികളിൽ ഒന്ന്. സാമ്പത്തികമായി ഉണ്ടായ വെല്ലുവിളികളെ ഒക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. രണ്ടാമത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസിന്റെ വോളിയം, there is a sudden declination, കുറവ് വന്നിരിക്കുന്നു. സഡൻ ചേഞ്ചസ് ഇൻ ബിസിനസ് വോളിയം, അതിൻ്റെ അളവിൽ കുറവ് വന്നിരിക്കുന്നു. നമുക്കറിയാം, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോട് ചോദിച്ചാൽ പോലും അവർ പറയുന്ന ഒരു കാര്യം അതായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ എണ്ണം കുറഞ്ഞു. ഡോക്ടർമാർ വരെ അങ്ങനെ പറയണം എന്ന് തുടങ്ങുമ്പോൾ അതിനെ ഒരു ബിസിനസ്സായി കണ്ടല്ല, ആ ഒരു ആംഗിൾ കണ്ടാൽ പോലും ആളുകൾ ചെയ്യുന്ന ബിസിനസിന്റെ വോളിയം കുറഞ്ഞു. രണ്ടാമത്തെ വെല്ലുവിളി ആയിരുന്നു അത്. ആൻഡ് ഞാനിതെന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഞാനൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായി. ഈ ഒരു വെല്ലുവിളി വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട അടച്ചിട്ടിരിക്കുകയാണ്, ഷോപ്പ് അടച്ചിട്ടിരിക്കുകയാണ്, മാർക്കറ്റിൽ എൻ്റെ പൈസ കിടക്കുന്നുണ്ട്, ക്രെഡിറ്റായി വാങ്ങിപ്പോയതിൻ്റെയൊക്കെ പൈസ തിരിച്ചു കിട്ടാനുണ്ട്, പൈസ വരുന്നില്ല. അപ്പോൾ വെദർ ഐ ഷുഡ് കണ്ടിന്യൂ വിത്ത് ദ സെയിം ബിസിനസ് ഓർ ഐ ഷുഡ് ക്ലോസ് ഇറ്റ് ഡൗൺ പെർമനന്റ്ലി. ഞാൻ ഇത് അടച്ചു പൂട്ടി വെച്ചാൽ അതാണോ ലാഭം, അല്ല ഇതിനെ ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. ഒരുപാട് തൊഴിലാളികളെ വെച്ച് നിങ്ങൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് എങ്കിൽ, പണിക്കാരൊക്കെ പോയതിനു ശേഷം ബാക്കിയുള്ള ആളുകളെ വെച്ച് ഞാൻ ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വെല്ലുവിളി. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ നിന്നു, അല്ലെങ്കിൽ നമ്മൾ നിന്നു എന്നുള്ളതാണ് ഈ സമയത്ത് കണ്ട മറ്റൊരു കാര്യം. സ്റ്റാഫിന് ഓഫീസിലേക്കോ ഷോപ്പിലേക്കോ കമ്പനിയിലേക്കോ വരാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് തന്നെ വർക്ക് ഫോഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു, ആളുകൾക്ക് വരാൻ പറ്റാതായി. വന്ന ആളുകൾക്ക് തന്നെ സമയത്തിന് എത്താൻ പറ്റുന്നില്ല, അവർ നേരത്തെ പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. 10 പേരുണ്ടായിരുന്ന ഒരു ഓഫീസിന്റെ അകത്ത് 5 പേര് മാത്രം വരുന്ന ഒരു അവസ്ഥയുണ്ടായി. ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് വരാൻ പറ്റാണ്ടായി. അതുകൊണ്ട് എൻ്റെ പ്രൊഡക്ടിവിറ്റി, വർക്ക് ഫോഴ്സ് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു. ഓക്കെ, ഈ ചെയ്യുന്ന ബിസിനസ്സിന് പലപ്പോഴും ഞാൻ അതുവരെ എൻജോയ് ചെയ്തിരുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടാതെയായി. എൻ്റെ സെക്യൂരിറ്റി റിസ്ക് കൂടി. ഇത് ജനറലി നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന വെല്ലുവിളികളിൽ ചിലതാണ്. ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ്, ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഏകദേശം ഒരു രക്ഷപ്പെടാൻ വേണ്ടി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് വന്നപ്പോൾ നമുക്ക് കിറ്റ് കിട്ടി, അത് കിട്ടി, മറ്റേത് കിട്ടി, ബാങ്കിൽ നിന്ന് ലോണ് കിട്ടി, പൈസ കിട്ടി, കച്ചവടം ചെയ്യാം എന്ന് നോക്കി കഴിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പുതിയ കാര്യങ്ങൾ ഈ സമയത്ത് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ഓഫീസിലേക്ക് ആളുകൾ വരാണ്ടായപ്പോൾ, അല്ലെങ്കിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പ്രയാസം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ആളുകളെ വീട്ടിലിരുത്തി ജോലി ചെയ്യിക്കലാണ് ലാഭം എന്ന് കമ്പനികൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, ഇവരെ പുറത്ത് കൊണ്ടുവന്ന് ചെയ്യിക്കുന്നതിനേക്കാൾ അവർ ഓഫീസിലിരുന്ന് ചെയ്യുമ്പോഴാണ്
കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ കോവിഡ് കാലത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും ആദ്യത്തെ പാഠങ്ങളിൽ ഒന്നാണ് WFH, വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സാധനം. ഒരുപാട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് കണ്ട് IT കമ്പനികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ബാങ്കിലെ സ്റ്റാഫിനോട് പോലും പകുതി നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പല ഓഫീസുകളിലും വർക്ക് വീട്ടിലേക്കാക്കി മാറ്റി. അതിൻ്റെ എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചിത്രത്തിൽ കാണുന്ന രീതിക്ക് അപ്പുറത്തേക്ക് ഈ 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ പറയും, എൻ്റെ പൊന്നെ എങ്ങനെയെങ്കിലും അവിടെ തിരിച്ചു പോയാൽ മതി, വീട്ടിലിരുന്ന് ജോലി ചെയ്ത് മടുത്തിരിക്കുവാന്ന്, ഇവർ നമ്മളെ കൊല്ലുവാന്ന് ഇങ്ങനെ പണിയെടുപ്പിച്ചിട്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ലോക്ക്ഡൗൺ എല്ലാം തീർന്ന് തിരിച്ച് കമ്പനിയിലേക്ക് പോയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയാണ്. ഓവർ ടൈം ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് പണിയെടുക്കുന്ന ഒരവസ്ഥ. ബട്ട് ഇറ്റ് വാസ് എ സൊല്യൂഷൻ. ഈ കോവിഡ് കാലത്തിന്റെ ഇടയിൽ നമ്മൾ പഠിച്ച ഏറ്റവും ആദ്യത്തെ പാഠങ്ങളിൽ ഒന്നായിരുന്നു, ഇതിന്റെ പ്രശ്നം മറികടക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സാധനം. അതിന്റെ എഫിഷ്യൻസി എത്രയുണ്ട് എന്നുള്ളതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെയാണ് ഞാൻ ഇന്ത്യയിലെ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ, രാകേഷ് ഇതേ സ്ക്രീനിൽ വരച്ചിരുന്ന ഏതൊരു കലാകാരൻ ഞാൻ അറിയാണ്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. രത്തൻ ടാറ്റയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, അയാൾ അതിന്റെ മേലെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആ ചിത്രകാരൻ ആരായാലും അയാളെ നിയന്ത്രിക്കണം. അപ്പോ ഈ ഇന്ത്യയിലെ ഒരു വ്യവസായ പ്രമുഖരിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനായ ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി പറ്റുന്ന രത്തൻ ടാറ്റ പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും എപ്പോഴും ഉണ്ടാവണം. ഈ ഉയർച്ചകളും താഴ്ചകളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ബിസിനസ്സിലായാലും മനുഷ്യന്റെ ജീവിതത്തിലായാലും ഉയർച്ചകളും താഴ്ചകളുമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. അദ്ദേഹം അതിനെ വളരെ ലളിതമാക്കി പറഞ്ഞു തന്നൊരു സാധനം, ECG എടുത്ത് നോക്കുമ്പോൾ ECGയിൽ നിങ്ങളുടെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനിലാണ് എങ്കിൽ നിങ്ങൾ ജീവനോടെ ഇല്ല, നിങ്ങൾ മരിച്ചു എന്നാണ് അർത്ഥം. ഈ ഉയർച്ച താഴ്ചകൾ എപ്പോഴും ഉണ്ടാവണം. ഈ ഉയർച്ച താഴ്ചകളാണ് മനുഷ്യനെ മുന്നോട്ടേക്ക് നയിക്കുന്നത്, മുന്നോട്ടേക്ക് കുതിക്കുന്നത് എന്നുള്ളതാണ്. ടാറ്റയുടെ കാറിന്റെ ഒരു സെഗ്മെന്റ് എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് ഈ രത്തൻ ടാറ്റ പറഞ്ഞ ഈ വാചകം ഏറെ പ്രസക്തമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ടാറ്റയുടെ കാർ ഒരു സമയത്ത് ഇൻഡിക്കയൊക്കെ ഇറങ്ങിയ ഒരു സമയത്ത് ടാറ്റയ്ക്ക് കാർ ഉണ്ടാക്കാൻ അറിയില്ല, ട്രക്ക് 407 പോലുള്ള വാഹനങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ, അല്ലെങ്കിൽ അത് മാത്രമേ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ, ഇരുമ്പ് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു വാഹനം ഉണ്ടാക്കി തള്ളിവിടുന്നതാണ് ടാറ്റയുടെ രീതി എന്ന് പറഞ്ഞ് ആളുകൾ പരിഹസിച്ച് ടാറ്റയ്ക്ക് കാർ നിർമ്മാണത്തിന് യാതൊരു മികവുമില്ല എന്ന് പറഞ്ഞ് തള്ളിയ ടാറ്റയാണ് ഏകദേശം ഒരു 20 വർഷത്തിനിപ്പുറം 2000-ൽ നമ്മൾ ഈ ഇൻഡിക കാർ ഇറങ്ങിയ ഒരു സമയത്ത് നമുക്കിത് പറ്റില്ല, പറ്റാത്ത വണ്ടിയാണ് എന്ന് പറഞ്ഞ ആള് പരിഹസിച്ച ഒരു വാഹനം ഇന്ന് ഏകദേശം 2020-ൽ എത്തുമ്പോഴത്തേക്ക് 20 വർഷം കൊണ്ട് കാറിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഏകദേശം കീഴടക്കുന്ന രീതിയിലേക്ക് ടാറ്റ കാർ ഉയർന്നു വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ വളർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഉയർച്ചകളും താഴ്ചകളും എപ്പോഴും ബിസിനസ്സിൽ ഉണ്ടാകും. അത് മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്ന പോലെ തന്നെ ബിസിനസ് രംഗത്ത് നമ്മൾ മുന്നോട്ടേക്ക് കുതിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ന ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിനെ കാണുമ്പോൾ, കോവിഡ് വന്ന ഈ പ്രയാസമുള്ള കാലഘട്ടത്തിലും ഈ ക്രൈസിസിനെയും ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോകേണ്ടത്, അതിനുവേണ്ടി ഞാൻ എങ്ങനെയാണ് എന്നെ തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ എങ്ങനെയാണ് നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി, നേട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞാൻ അതിനെ തയ്യാറാക്കി നിർത്തേണ്ടത് എന്നുള്ള ചോദ്യത്തിലേക്ക് മറുപടിയായി ഉത്തരം കാണേണ്ടത്. പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് കണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് സൊല്യൂഷൻ എന്താണ്? പണമില്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ കസ്റ്റമറെ നേരിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ, അല്ലെങ്കിൽ ഓഫീസിലേക്ക് ആളുകൾ തുടർച്ചയായി കൃത്യമായി വരാത്തതിൻ്റെ, വർക്ക് ഫോഴ്സിൻ്റെ ലഭ്യത കുറഞ്ഞതിൻ്റെ, ആളുകളോട് നേരിട്ട് ഇടപെടാൻ പറ്റാത്തതിൻ്റെ, മാർക്കറ്റിൽ വന്ന ഷോർട്ടേജിൻ്റെ, സ്റ്റോക്കിൽ വന്നിരിക്കുന്ന കുറവിൻ്റെ, പൈസ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ തിരികെ കിട്ടായ്മയുടെ, കടം കൊടുക്കലിൻ്റെ കടം വാങ്ങൽ കിട്ടാത്തതിൻ്റെ, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലം നാം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉത്തരമായി പറയാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം പറയാം. അവസാനത്തെ ഒരു ഉത്തരം ഉണ്ടാവും. ആ ഉത്തരം അറിയെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിന് വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. രാകേഷ് അങ്ങനെ ഉത്തരം എഴുതിയിട്ടുണ്ട വായിക്കണ്ട, ബാക്കിയുള്ള ഉത്തരം വായിക്കാം.
For the problem that you have identified, do you find any solution for your problems? നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനെങ്കിലും നമുക്കൊരു ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉത്തരത്തിന്റെ അടുത്തേക്ക് നമ്മൾ വന്നെത്തിയിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. ഇല്ലെങ്കിൽ ഉത്തരവായി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ചെയ്തു തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരുപിടി ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ ആമുഖമായി നിങ്ങളോട് ചോദിക്കുകയാണ്, ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ കണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു? ഉണ്ടെങ്കിൽ അതെന്താണ്? ഇതാണ് റെഡ്യൂസ്ഡ് ഫിക്സഡ് എക്സ്പെൻസ്. റെഡ്യൂസിങ് ഫിക്സഡ് എക്സ്പെൻസ്. ഓക്കെ, നല്ല ഉത്തരം. കൺസിസ്റ്റന്റ് ഫോളോ അപ്പ്. വളരെ നല്ല ഉത്തരം. മാർക്കറ്റിംഗിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം. എന്നുള്ളത് നല്ല ഉത്തരം. യൂസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. പേയ്മെന്റ് കളക്ട് ചെയ്യാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. പേയ്മെന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ പേയ്മെന്റ് അയപ്പിക്കാൻ വേണ്ടി. നല്ല ഉത്തരം. എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാം. ടെക്നോളജി യൂസ് ചെയ്യാം. ഓക്കെ, എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാം, ടെക്നോളജി യൂസ് ചെയ്യാം. പിന്നെ അതാണ് കാര്യമായിട്ട് ഒരു മിനിറ്റ്. പിന്നെ കോപ്പ് അപ്പ് വിത്ത് ദി ചേഞ്ചസ്. പിക്കപ്പ് ആൻഡ് ഡെലിവറി ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കുക. പിക്കപ്പ് ആൻഡ് ഡെലിവറി, ഹോം ഡെലിവറി. ഓക്കെ, പിന്നെ ഇതാണ് പ്രധാനമായിട്ട് വന്ന ഉത്തരം. ഓക്കെ, നല്ല ഉത്തരങ്ങളാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഞാൻ പറയാൻ പോകുന്ന ഉത്തരങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഉത്തരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രമോദ് സർ, ഒരു ഉത്തരം കൂടി വന്നിട്ടുണ്ട്. ചേഞ്ച് ടു ന്യൂ ബിസിനസ് ഐഡിയ. ഓക്കെ, ഐഡന്റിഫൈ ദ ചാലഞ്ചസ് ഇൻ യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ ഏതാണ് എന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തുക. ആ വെല്ലുവിളികൾ കണ്ടെത്തിയാൽ മാത്രമേ, ആ വെല്ലുവിളികൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. ഞാൻ ഈ ഒരു ഉത്തരം പറയാനുള്ള കാരണം, ഈ വെല്ലുവിളികൾ എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ടാവില്ല. എൻ്റെ ബിസിനസ്സിൽ എന്തുകൊണ്ടാണ് കാര്യമായ കുറവ് സംഭവിച്ചിരിക്കുന്നത്? അത് ഒരുപക്ഷെ ഞാൻ പുറത്തുനിന്ന് നോക്കി കാണുന്ന കാര്യങ്ങൾ തന്നെയാണോ, അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ സംബന്ധിക്കുന്ന ഗൗരവമുള്ള വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതായത് ഞാൻ എൻ്റെ ബിസിനസ്സിനെ സീരിയസ് ആയ ഒരു അപ്രോച്ചിലൂടെ ആയിരുന്നു കണ്ടിരുന്നത്. സീരിയസ് ആയ ഒരു അപ്രോച്ചിലൂടെ കണ്ടപ്പോൾ അതിൻ്റെ വെല്ലുവിളികൾ ഏതാണ് എന്ന് എനിക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ന് ഒരു ഉത്തരം പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പൊ വെല്ലുവിളികളെ യഥാർത്ഥമായി തിരിച്ചറിയാൻ വേണ്ടി നോക്കുക. ഒരുപാട് ഓപ്ഷൻസ് മനസ്സിൽ കണ്ടുകൊണ്ട്, ഒരുപാട് രീതികൾ കണ്ടുകൊണ്ട്, ആ പല രീതികളിലൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏതാകും എനിക്ക് മെച്ചമുള്ള ഒരു വഴിയെ കാണിച്ചു തരിക എന്നുള്ളതിൻ്റെ ഒരു ചിന്ത ഞാൻ നടത്തുക. ഞാൻ ഒന്നുകൂടെ പറയാം. എൻ്റെ ഷോപ്പിൽ വെച്ച് ഞാൻ ചെയ്യുന്ന റീറ്റെയിൽ ബിസിനസ്സിൻ്റെ വോളിയം, ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന സ്റ്റോക്ക്, ഞാൻ മാർക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ്, ഇത് എൻ്റെ ഷോപ്പിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അത് ആ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ എൻ്റെ സ്റ്റോക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ് കൂട്ടണം. ഞാൻ ഒരു റീറ്റെയിലർ ആണെങ്കിൽ ബിസിനസ് കൂട്ടുന്നതിനെ പറ്റി ആലോചിക്കണമെങ്കിൽ ഈ മാറി വന്ന സാഹചര്യത്തിൽ ഏതൊക്കെ വഴികൾ ചെയ്താലാണ് എൻ്റെ ബിസിനസ്സിന് നേട്ടമുണ്ടാവുക എന്ന് ഞാൻ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതൊരു പക്ഷേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെയോ എൻ്റെ ഏറ്റവും എതിരാളിയായ മറ്റൊരു കച്ചവടക്കാരൻ്റെയോ രീതികളുമായി ചിലപ്പോൾ വ്യത്യാസമുള്ളതായിരിക്കാം. അപ്പൊ ഞാൻ കണ്ടുപിടിക്കേണ്ടുന്ന മാർഗം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഞാൻ മുടക്കിയ കാശിന് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എന്തൊക്കെ വഴികൾ കാണണം എന്ന്, ഒരു വഴിയല്ല, ഒരു വഴിക്കപ്പുറം നമ്മൾ സാധാരണ പറയുന്ന പോലെ യു തിങ്ക് ഓഫ് പ്ലാൻ ബി, പ്ലാൻ സി. ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്ന് ഞാൻ ആലോചിച്ചു തുടങ്ങുക. കാരണം അടച്ചിടൽ ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാനിത് നിർത്തി വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളൊരു ഓപ്ഷൻ പോകുന്നതിന് മുമ്പേ
ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഏതൊക്കെ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഏതൊക്കെ വഴികൾ എടുത്താൽ എനിക്ക് പറ്റും എന്ന് ഞാൻ ആലോചിക്കണം. അപ്പൊ സ്വാഭാവികമായും പറയേണ്ടുന്ന ഒരു കാര്യം, ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ട അത്രയും ലാഘവത്തോടു കൂടി ബിസിനസ്സിനെ കാണാതെ നിങ്ങളുടെ ബിസിനസ്സിലെ വെല്ലുവിളികൾ ഏതാണ് എന്ന് അറിയുന്നതിന് വേണ്ടി ആഴത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം. അതിൻ്റെ അകത്ത് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോഴാണ് ഇതിന് പരിഹാരമായി നിൽക്കുന്ന മാർഗങ്ങൾ ഒന്നല്ല ഒന്നിലധികമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതുവരെ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫാമിലി ബിസിനസിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസിന്റെ പാർട്ടായോ നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന്റെ സുഖവും സൗകര്യവും ആവശ്യത്തിലേറെ അനുഭവിച്ചിട്ടുണ്ടായേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയെടുത്ത ഒരു സാമ്രാജ്യം, നിങ്ങൾ തുടങ്ങി കെട്ടിപ്പടുത്തി വന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തുടക്കം മറ്റ് വെല്ലുവിളികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ തലചൂടാകാതെ, കൂടുതൽ ചിന്തിക്കാതെ, കൂടുതൽ സമയം ഇതിനു വേണ്ടി മാത്രം ചെലവഴിക്കാതെ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സന്തോഷത്തോടെ നിന്നിരിക്കാം. പക്ഷെ ഇന്ന് സാഹചര്യം മാറിയിരിക്കുകയാണ്. നിങ്ങൾ ബിസിനസിനെ കുറിച്ച് വളരെ ആഴത്തിൽ ഗൗരവപൂർവ്വം പഠിച്ച് ഇതിന്റെ വെല്ലുവിളികൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് ഒന്നിലധികം മാർഗങ്ങൾ കാണാൻ നിങ്ങൾ തയ്യാറാണ്. അതായത് നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള വഴികൾ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടെത്തിയേ പറ്റൂ. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ. കാരണം ഓരോരുത്തരും നേരിടുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളും മറ്റുള്ള ആളുകളിൽ നിന്നും അല്പമെങ്കിലും വ്യത്യസ്തമായിരിക്കാം. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ ഈ ബിസിനസ്സിൽ എങ്ങനെയാണ് നിത്യേനയുള്ള കാര്യങ്ങൾക്ക് മെച്ചമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടത്? വളരെ മനോഹരമായ ഉത്തരങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നത് ഹോം ഡെലിവറി എന്ന് നമുക്ക് ഏറെ നമ്മൾ പരിചയപ്പെട്ട ഒരു വാക്കാണ്. ഈ കോവിഡ് കാലത്ത് വന്നിരിക്കുന്ന, കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും മെച്ചമുള്ള ഒരു പദം ഹോം ഡെലിവറി. ഓൺലൈൻ പേയ്മെന്റ്, അതിന്റെ കൂടെ വരുന്ന മറ്റൊരു സാധനം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ആണ്. കടക്കാരന്റെ മുമ്പിൽ പോയി അല്ലെങ്കിൽ ഷോപ്പിൽ പോയി നേരിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ പലരും എന്റെയും നിങ്ങളുടെയും വീടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് ഓൺലൈനിലൂടെ തന്നെ ആയിരിക്കുകയാണ്. ആദ്യത്തെ ലോക്ക്ഡൗൺ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ വാങ്ങാൻ നേരത്തെ ലിസ്റ്റാക്കി സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ തിരക്ക് പിടിച്ച് നിന്നിരുന്ന നമ്മളൊക്കെ രണ്ടാമത്തെ ലോക്ക്ഡൗൺ ഇപ്പോൾ വന്നപ്പോൾ അങ്ങനെ ടെൻഷൻ ഇല്ലാതെ എല്ലാ കാര്യവും നേരെ കയ്യിലെത്തും എന്നുള്ള രീതിയിൽ സമാധാനപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഇതിന് ഓൾട്ടർനേറ്റീവായ ഒരു സൊല്യൂഷൻ മാർക്കറ്റിൽ ഉണ്ട് എന്ന് ബയറായ ഞാനും നിങ്ങളും കണ്ടു. അപ്പോൾ കച്ചവടക്കാരനായ, ബിസിനസ്സുകാരനായ ഒരാൾ ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ എൻ്റെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ എൻ്റെ സർവീസിനെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഓൾട്ടർനേറ്റീവായ ഒരു മാർഗം കാണണം എന്ന് ചിന്തിക്കണം. നമുക്കറിയാം, ഒരുപാട് കോഴ്സുകൾ, ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ വന്നൊരു കാലമാണിത്. പൈസ കൊടുത്തും പൈസ ഇല്ലാതെയും നടത്തുന്ന ഒരുപാട് പരിപാടികൾ. പരിശീലനത്തിന്റെ അപ്പുറത്തേക്ക് നിരന്തരമായ കോഴ്സുകൾ പോലും ഓൺലൈൻ വന്നിരിക്കുന്നത് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആളുകൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ചെയ്യാം എന്ന് ആലോചിച്ച് തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. അടുത്തത് നിങ്ങൾ പലരും പറഞ്ഞ ഉത്തരം തന്നെയാണ്, ഇംപ്ലിമെന്റ് ദ ടെക്നിക്കൽ അപ്ഗ്രേഡ്സ് ടു കീപ് ദ കമ്മ്യൂണിക്കേഷൻ ഫ്ലോയിങ്. നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞു, കസ്റ്റമേഴ്സിനോട് നേരിട്ട് സംവാദിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല, ആളുകളോട് ഇടപഴകാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് എൻ്റെ ബിസിനസിന്റെ വെല്ലുവിളിയായി ഞാൻ ഈ കാലങ്ങളിൽ കണ്ടിരുന്നത്. കാലം മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ആളുകളെ ഒന്നിച്ചു ചേർത്തിരുത്തിക്കൊണ്ട് സൂമിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറെ കാണുന്നതിന് വേണ്ടി നമുക്കറിയാം, ജേസിന്റെ മീറ്റിങ്ങുകൾ പോലും ഫാമിലി ജീവി. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് എൻ്റെ ചാപ്റ്റർ JCA തളിപ്പറമ്പ 2 ഫാമിലി മീറ്റിംഗ് നടത്തിയത് സൂമിൽ കൂടിയായിരുന്നു. പ്രോഗ്രാമുകളൊക്കെ റെക്കോർഡ് ചെയ്ത് ഒരു ഇതിന്റെ പ്രോഗ്രാം ഡയറക്ടർക്ക് അയച്ചു കൊടുത്ത് അയാൾ വളരെ കൃത്യമായി അതിനെ അടുക്കി വെച്ചുകൊണ്ട് ഇതാ ഇനി അടുത്തതായി ഇന്നയാളുടെ പാട്ട് കേൾക്കാം എന്ന് പറഞ്ഞ് കറക്റ്റായി ആ പാട്ട് അങ്ങ് പ്ലേ ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആളുകൾ അഭിപ്രായം പറഞ്ഞ് തുടർച്ചയായി മറ്റു ആളുകളിലേക്ക് പോകും.
അപ്പോൾ ടെക്നിക്കൽ ആയി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു. അങ്ങനെ അപ്ഗ്രേഡേഷൻ നടത്തിയില്ല എങ്കിൽ നിങ്ങൾ ഒരു തുരുത്തിലകപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കാവും. നിങ്ങളുടെ ബിസിനസ് ലോകത്ത് നിന്ന് തന്നെ പുറന്തള്ളപ്പെടും. മറ്റാളുകളുമായുള്ള നിങ്ങളുടെ കണക്ട് ഇല്ലാതാവും, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവും. അതുകൊണ്ട് അത് മെച്ചപ്പെടുത്തുന്ന രീതി എന്ത് എന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഇത് ജനറലായി പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിന് ഇത് എങ്ങനെ ഉപകരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കസ്റ്റമേഴ്സിനോട് തുറന്നു പറയാനുള്ള, ഏറ്റവും ഓപ്പണായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തുക. കമ്മ്യൂണിക്കേറ്റ് ട്രാൻസ്പെറൻ്റ്ലി വിത്ത് യുവർ കസ്റ്റമേഴ്സ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ കസ്റ്റമറോട് ഓപ്പണായി അല്ലെങ്കിൽ സുതാര്യമായി സംസാരിക്കേണ്ടത്? കസ്റ്റമേഴ്സിനോട് സുതാര്യമായി സംസാരിക്കേണ്ടുന്ന അതിൻ്റെ ആവശ്യകത എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലത്ത് നിന്ന് മാറി ആളുകളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സുതാര്യമായി സംസാരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ആവശ്യകതയാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കെങ്കിലും അതിന് ഉത്തരം നൽകാനുണ്ടോ? വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ട്രാൻസ്പെറൻ്റ്ലി വിത്ത് യുവർ കസ്റ്റമേഴ്സ്? രാകേഷ്, ആരെങ്കിലും ഉത്തരം തരുന്നുണ്ടോ? ഇതുവരെ ഉത്തരം വന്നിട്ടില്ല. വന്നിട്ടുണ്ട്. ലോങ് ടേം കസ്റ്റമർ റിലേഷൻഷിപ്പ്. എക്സലന്റ്. ഓക്കെ, ലോങ് ടേം എന്നുള്ളതിന് ഞാൻ ഒന്നും കൂടെ ബ്രാക്കറ്റ് ചെയ്യുവാണ്. ഇനി ആൻസർ ഉണ്ട്. ടു ബിൽഡ് അപ്പ് ട്രസ്റ്റ്, ഗെറ്റിംഗ് മോർ ഓർഡേഴ്സ്, ഓക്കെ, മോർ ട്രസ്റ്റ്, പിന്നെ ലോട്ട്സ് ഓപ്ഷൻസ്, പിന്നെ വിത്തൗട്ട് കസ്റ്റമർ നോ ബിസിനസ്. ഫൈൻ, ബേസിക് സാധനം. വിത്തൗട്ട് കസ്റ്റമർ നോ ബിസിനസ്. അതെ അതെ. മെയിൻറ്റെയിൻ റിലേഷൻ, ട്രസ്റ്റ്, അതൊക്കെ തന്നെ. കസ്റ്റമർ ഈസ് ദ കിങ്. അതെ. ഇതിൽ ഈ നമ്മൾ ഈ ഏതൊരു കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പെറൻ്റ് ആവണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും കീ ആയ സാധനം, ഏറ്റവും ബേസ് ആയ സാധനം ട്രസ്റ്റ് തന്നെയാണ്. വിശ്വാസമാവില്ലേ എല്ലാം എന്ന് മോഹൻലാൽ പരസ്യത്തിൽ പറയുന്നത്. പൈസ വാങ്ങിയിട്ടാണെങ്കിൽ പോലും വിശ്വാസം തന്നെയാണ്. ഈ ആശയവിനിമയത്തിന്റെ സുതാര്യത, കസ്റ്റമറുമായിട്ടുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അത് കൂട്ടാനുള്ള, നിലനിർത്താനുള്ള വഴി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതിന് ഒരുപക്ഷെ നേരിട്ട് ആളുകളോട് സംവാദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന് വോയിസ് മെസ്സേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മുമ്പോട്ട് പോയേ പറ്റൂ. മെയിൻറ്റെയിൻ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ദി കോൺട്രാക്റ്റഡ് പാർട്ടീസ്. ഒരുപാട് ആളുകൾക്ക്, സപ്ലയേഴ്സിന് അല്ലെങ്കിൽ നമ്മളുമായിട്ട് നേരത്തെ ഇടപെട്ട ആളുകൾക്ക്, ബിസിനസ് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്ന ആളുകൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടാവും. നമുക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ പിരിഞ്ഞ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് പൈസ കൊടുക്കാൻ സമയത്തിന് നമുക്ക് ചെക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെന്റ് നടത്താൻ പറ്റാത്ത പ്രയാസം ഉണ്ടാവും. ഈ പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അവരോട് നേരാമണ്ണം രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് തുടരുന്നില്ല എങ്കിൽ എൻ്റെ ബിസിനസ്സിൽ പരാജയം ഉണ്ടാവുള്ളൂ. ഇതിനെ മറികടക്കണമെങ്കിലുള്ള മാർഗം, ഞാൻ ആളുകളോട് സുതാര്യമായി ഇടപെട്ടാൽ മാത്രം പോരാ, അവരുമായിട്ടുള്ള സൗഹൃദം ഭംഗിയിൽ നിലനിർത്താൻ എനിക്ക് പറ്റണം. പണമില്ലാത്ത ഒരാളോട്, ഈ ബാങ്കിൽ ചെക്ക് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാനുള്ള, പേയ്മെന്റ് കൊടുക്കാനുള്ള ആളോട് പൈസ ഇല്ല എന്നുള്ള നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കോവിഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു കച്ചവടം നടന്നിട്ടില്ല, കഴിഞ്ഞ 8 മാസമായിട്ട് ഇത് അടച്ചിട്ടിരുന്നതാണ് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് മറുപടി പറയുന്നതിന്റെ അപ്പുറത്തേക്ക്, കാരണം അയാളും ഈ നാട്ടിൽ തന്നെയാണ്, ഈ ലോകത്ത് തന്നെയാണ്, ഈ പ്രയാസങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരാളുമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിലേഷൻഷിപ്പ് എങ്ങനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നതിനനുസരിച്ച് ആയിരിക്കും നമ്മുടെ ബിസിനസ്സിലുള്ള മറ്റ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള കുതിപ്പ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, പണം കൊടുക്കാനുള്ള അവധി മറ്റേയാൾ തരാത്തതിന്റെ കാരണം ഞാനും അയാളുമായി പറഞ്ഞു തെറ്റിയതുകൊണ്ടാണ്. രാകേഷിന് ഞാൻ കൊടുക്കാനുള്ള സംഖ്യ പറഞ്ഞ ഡേറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നേരത്തെ അറിയും എങ്കിൽ രാകേഷിനോട് എനിക്ക് നേരിട്ട് പറയാം, രാകേഷ്, ഈ പറഞ്ഞ ദിവസം എനിക്ക് തരാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്ക് അതുകൊണ്ട് അല്പസമയം നീട്ടി തരേണ്ടിയിരിക്കുന്നു. രാകേഷ് ഒരുപക്ഷെ പറയില്ല, 2 മാസം നീട്ടി തരാൻ വേണ്ടി പറ്റില്ല, ഞാൻ നിങ്ങൾക്ക് 1 മാസം പരമാവധി സമയം തരാം. 1 മാസം കഴിയുമ്പോൾ ഞാൻ അതിന്റെ പകുതിയോ കാൽഭാഗമോ കൊടുത്തുകൊണ്ട് രാകേഷിന്റെ അടുത്ത് നിന്ന് പിന്നെയും സമയം നീട്ടും. അത് കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന രാകേഷിനും അറിയാം, ഈ കിട്ടിയിരിക്കുന്ന പൈസ ഇത്രയെങ്കിലും കിട്ടിയല്ലോ. അതല്ലേ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ആ രീതിയിൽ യു മെയിൻറ്റെയിൻ എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ദ കോൺട്രാക്റ്റഡ് പാർട്ടീസ്. അല്ലാതെ ആളുകളോട് വഴക്കിട്ടത് കൊണ്ട്
നീ പറ്റൂലെങ്കിൽ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ഒരു മലയാളിയുടെ ഒരു ടോൺ ഉണ്ടല്ലോ. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഏറ്റവും ആദ്യത്തെ സാധനം അതല്ലേ, നീ പറ്റൂലെങ്കിൽ നീ പോയി കേസ് കൊടുക്കുക. കേസ് കൊടുത്താൽ എന്താ ചെയ്യുക? കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ മെച്ചം ഉണ്ടാകുന്ന ആള് വക്കീൽ മാത്രമാണ്. ജോജോ വക്കീൽ ഈ കൂട്ടത്തിൽ ഞാൻ തുടക്കത്തിൽ കണ്ടിരുന്നു. കേസ് കൊടുത്തു കഴിഞ്ഞാൽ മെച്ചം ഉണ്ടാകുന്ന ആള് വക്കീൽ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോടതിയിൽ പോയി ഒരു അന്യായം ഫയൽ ചെയ്യണം എന്ന് പറയുന്നത് പോലെ. അപ്പൊ അതുകൊണ്ട് യു മെയിൻറ്റെയിൻ എ ഹെൽത്തി റിലേഷൻഷിപ്പ് for the betterment of your business, okay, and managing employees and related optimization. How can I manage my employees? ഈ പ്രയാസമുള്ള കാലത്ത് ഇതാ ഇപ്പൊ ലോക്ക്ഡൌൺ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ ഒരാഴ്ച ലോക്ക്ഡൌൺ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ 2 ആഴ്ചയോ 1 മാസത്തേക്കോ നീണ്ടുപോയേക്കാം. കഴിഞ്ഞ ലോക്ക്ഡൌൺ പീരീഡിൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളോട് ഒരു സഹാനുഭൂതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രയാസം നേരിട്ട ഒരു സമയമായിരുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇത് രണ്ടാമതും വന്നപ്പോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുമോ എന്നൊരു സംശയം എൻ്റെ മുമ്പിലുണ്ട്. ആ സംശയത്തിന്റെ ന്യായം, ഞാൻ അങ്ങനെ സംശയിക്കുന്നതിന്റെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യായം, ആദ്യത്തെ പ്രളയം വന്നപ്പോ നമ്മളെല്ലാവരും കയ്യും മെയ്യും മറന്ന ആളുകളെ സഹായിച്ചിരുന്ന ആളുകളായിരുന്നു. ആ പ്രളയം രണ്ടാമത്തെ തവണ പല ഭാഗത്തും അത്രയധികം ഇന്റൻസിറ്റിയോടുകൂടിയും അല്ലാതെയും വന്നപ്പോൾ ഈ പ്രളയത്തിന് ആളുകളെ സഹായിക്കുന്നതിനുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ മാറ്റം വരുത്തി. ഇതേപോലെ തന്നെയാണ് ഈ ലോക്ക്ഡൗൺ രണ്ടാമത്തെ തവണ വന്നപ്പോഴും നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളോട്, തൊഴിലാളികളോട്, സബോർഡിനേറ്റ്സിനോട്, ഓഫീസ് സ്റ്റാഫിനോട് കാണിക്കുന്ന മനോഭാവം എങ്കിൽ ഇയാൾ തിരിച്ചു വന്നതിന് ശേഷം എത്ര കണ്ട് നമ്മളെ സഹായിക്കും എന്നുകൂടി ആലോചിച്ച് നോക്കുക. ജോലിയിൽ നിൽക്കുന്ന ഒരാഴ്ച നിങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി, അയാൾക്ക് ഒരാഴ്ച ലോക്ക്ഡൗൺ ആയാലും 1 മാസം ലോക്ക്ഡൗൺ ആയാലും അതിനു മുമ്പേ നിങ്ങൾ മാത്രമായിരുന്നു രക്ഷകൻ, ലോക്ക്ഡൗൺ കഴിഞ്ഞാലും നിങ്ങൾ മാത്രമാണ് രക്ഷകൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ കാലത്തും നിങ്ങളായിരിക്കണം രക്ഷകൻ. ആ ഒരു മനോഭാവം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ സാധനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനും ആളുകളെ കൂടെ നിർത്താനും പറ്റുള്ളൂ. അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീമിനെ കൃത്യമായി എൻഗേജ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിർത്തണം. ജനറലായി പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷോപ്പിലുള്ള ഏറ്റവും കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും, ഞാൻ എൻ്റെ ഓഫീസിൽ 5 പേരാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫീസ് സ്റ്റാഫായിട്ട് ഇരിക്കുന്നത് 5 പേരാണ്. ബാക്കി ഫീൽഡിൽ പോകുന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ എൻ്റെ റെഗുലർ ആയിട്ടുള്ള എൻ്റെ ഓഫീസ് സ്റ്റാഫ് 5 പേരുണ്ട്. ഈ 5 പേർക്കും കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിൽ ഞാൻ കൃത്യമായി ശമ്പളം കൊടുത്ത ഒരാളായിരുന്നു. കാരണം 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഈ 5 പേരാണ് എന്നെ നിലനിർത്തിയതും എന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവർ മാറിപ്പോയി കഴിഞ്ഞാൽ പുതിയൊരു ടീമിനെ കൊണ്ടുവന്ന് എൻ്റെ ഓഫീസ് സെറ്റപ്പിനനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന പ്രയാസമുള്ള ഒരു ജോലിക്ക് ഞാൻ മുടക്കുന്ന പൈസയേക്കാൾ കുറവേ വരുള്ളൂ എൻ്റെ ഓഫീസിലെ സ്റ്റാഫിന് ഞാൻ ശമ്പളം കൊടുത്ത് അവരെ കൂടെ നിർത്തി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീമിനെ നിങ്ങളുടെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കുതിപ്പിന് നിങ്ങൾ തയ്യാറെടുക്കണം. കോവിഡ് കാലം കഴിഞ്ഞ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളൊരു പുതിയ സ്റ്റാർട്ടപ്പിന്റെ ഓൺട്രപ്രണറാണ്. ഇഫ് യു ആർ എ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർ, നിങ്ങൾ ഇപ്പൊ തുടങ്ങിയ ഒരു യുവ സംരംഭകനാണ് എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ ബിസിനസ് തുടങ്ങിയ ഒരാളായിരിക്കും നിങ്ങൾ. വളരെ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഇത് ഏറ്റവും നന്നായി ക്ലിക്കാകും എന്ന് നിങ്ങളുടെ ഒരു അസസ്മെന്റിൽ നിങ്ങൾ അതിനുവേണ്ടി വലിയ ഒരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിന് പുറമെ ബാങ്കിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ അല്പം പൈസയൊക്കെ കടമെടുത്ത് മറ്റാളുകളോടൊക്കെ കൂടി ചേർന്ന് നിന്നുകൊണ്ട് തുടങ്ങിയ ഒരു സംരംഭമായിരിക്കും. നിങ്ങൾ പറയും തുടങ്ങി കഴിഞ്ഞതിന് ശേഷം, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞ പ്രയാസങ്ങളുണ്ട്. സാർ, എങ്ങനെയൊക്കെയോ കൂടി തുടങ്ങിയ ഒരു കാര്യമാണ്, ഇത് തുടങ്ങി മുന്നോട്ട് എങ്ങനെയാ പോവാന്നറിയില്ല. മാക്സിമം എൻ്റെ കയ്യിലുള്ള പൈസയും കുടുംബത്തിൽ നിന്നും കിട്ടാവുന്ന ആളുകളിൽ നിന്നൊക്കെ പൈസയും കടമെടുത്ത് ഇത് എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ തുടങ്ങിയ ഒരു സാധനമാണ്. ഒരുപാട് ആളുകളൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എതിർത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് തുടങ്ങിയ ഒരു സാധനമാണ്. അങ്ങനെ തുടങ്ങിയ ആളുകൾ ഈ സമയത്ത് ഇതിനെ 4 രീതിയിൽ കാണേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ 4 തരത്തിൽ നിങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. യു ട്രാക്ക് യുവർ എക്സ്പെൻസസ് എഗെയിൻസ്റ്റ് ദ റവന്യൂ സ്റ്റാറ്റസ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കഷ്ടകാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ പറയാം, അല്ലെങ്കിൽ
നമ്മുടെ കോവിഡ് കൊണ്ട് ബിസിനസ് മുടങ്ങിക്കിടക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ വന്നിരിക്കുന്ന വരവും ചെലവും തമ്മിലുള്ള ഒരു കണക്കിനെ നിങ്ങൾ തുലനം ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. യു ട്രാക്ക് യുവർ എക്സ്പെൻസസ് എഗെയിൻസ്റ്റ് ദ റവന്യൂ സ്റ്റാറ്റസ്. നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന വരുമാനം എത്രയാണ്, നിങ്ങൾ ചെലവാക്കിയത് എത്രയാണ്, നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരം കൊടുക്കാനുള്ള നികുതികളും ഇലക്ട്രിസിറ്റി ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തേ പറ്റൂ. അതിന് നമുക്ക് കുറവ് വരുത്താൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. വി ആർ ബൗണ്ട് ടു പേ ഇറ്റ്. അത് നമ്മൾ കൊടുത്തേ പറ്റൂ. ബാക്കിയുള്ള ചെലവുകളെ എനിക്ക് ഏതൊക്കെ രീതിയിൽ കുറക്കാൻ വേണ്ടി പറ്റും? എൻ്റെ വരുമാനത്തിലുള്ള കുറവ് വന്നിരിക്കുകയാണ്. വരുമാനത്തിൽ കുറവ് ഉണ്ടായത് കൊണ്ട് തന്നെ എൻ്റെ ചെലവിൻ്റെ ഭാഗത്ത് ഏതൊക്കെ കാര്യങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും? നമുക്ക് കഴിക്കുന്ന ഭക്ഷണം കുറക്കാൻ വേണ്ടി പറ്റില്ല. എന്ത് ഡയറ്റിംഗ് ആണെന്ന് പറഞ്ഞാലും, ഞാൻ യോഗ ചെയ്യുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് ഭക്ഷണം കുറച്ചു എന്ന് പറഞ്ഞാലും, അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ പറയുക കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് കുറച്ചു എന്ന് പറഞ്ഞാലും, എന്ത് സാധനം കുറച്ചു എന്ന് പറഞ്ഞാലും നിലനിൽക്കണമെങ്കിൽ, ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ, ആയുസ് ഉണ്ടാവണമെങ്കിൽ ഭക്ഷണം കഴിച്ചേ പറ്റും. അപ്പം നിങ്ങൾ നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉള്ള സുരക്ഷിതയും ഉറപ്പുവരുത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ചെലവ് കുറക്കേണ്ടുന്നത് ഏതൊക്കെ രീതിയിലാണ്? ചെലവ് കുറക്കേണ്ടുന്ന രീതിയുടെ ഒരു കണക്കെടുക്കുമ്പോൾ സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യം, സമയത്തെ നിങ്ങൾ കണക്കുകൂട്ടുന്ന രീതിയിൽ വെച്ച് നിങ്ങളുടെ ചെലവിനെ കണക്കുകൂട്ടണമെന്നാണ്. രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്ന വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ നിങ്ങൾ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കെടുത്ത് അതിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ ചെലവാക്കുന്ന സമയത്തിൻ്റെ ഒരു കണക്ക് കിട്ടും. അതേപോലെ ഒരു മാസത്തെ നിങ്ങളുടെ ഒരു ചെലവിൻ്റെ കണക്ക് നിങ്ങൾ എഴുതി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ദിവസത്തെ നിങ്ങളുടെ ചെലവിൻ്റെ കണക്ക് നിങ്ങൾ എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരവിൻ്റെ കണക്ക് കൃത്യമായിട്ട് അറിയാം. വരവിലുള്ള വർധനവും കുറവും നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അതിൽ കുറവ് വന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ബിസിനസ്സിൽ നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് നിങ്ങൾ എഴുതി നോക്കുകയാണ് എങ്കിൽ ചെലവിൻ്റെ ഭാഗത്ത് എന്തൊക്കെ നിങ്ങൾക്ക് കുറക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് കുറക്കാവുന്ന കാര്യങ്ങളുടെ കുറവ് ഏതൊക്കെ എന്ന് കണ്ടെത്തുക. ചെലവിൻ്റെ ഭാഗത്ത് കുറക്കാൻ പറ്റുന്നതിൻ്റെ കുറവ് കണ്ടെത്തിക്കൊണ്ട് വരുമാനത്തിലുള്ള വർധനവ് കൂട്ടാനുള്ള ഒരു ശ്രമം നടത്തുക. ഇല്ലെങ്കിൽ വരുമാനം നിലനിർത്താനെങ്കിലും ഉള്ള ഒരു ശ്രമം നടത്തുക. ഏറ്റവും കുറച്ച് ലാഭം കുറച്ചുകൊണ്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു മനസ്സെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും ആദ്യത്തെ കാര്യം. നിങ്ങളൊരു യുവ സംരംഭകനാണ് എങ്കിൽ, നിങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ തുടങ്ങിയ ഒരു സാധനമാണ്. പക്ഷെ ഈ മാറി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബിസിനസ് മോഡൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒന്നുകൂടി റീതിങ്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ 2019 നവംബറിലോ ഡിസംബറിലോ നിങ്ങൾ തുടങ്ങിയതാണ് എങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ പ്രതീക്ഷ കണ്ട് മാർക്കറ്റിൽ ഇന്ന സ്ഥലങ്ങളൊക്കെ ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കണ്ട് തുടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് എങ്കിൽ, എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളുടെ കാര്യം പറയാം. അദ്ദേഹം തുടങ്ങിയത് ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ, കുടിക്കുന്ന വെള്ളത്തിന്റെ ഒരു പ്ലാന്റ് ആയിരുന്നു. അത് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹോട്ടലുകളിലും ബാറുകളിലും ഷോപ്പിംഗ് മാളിലൊക്കെ ഇതിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റും അതിനുള്ള മാർഗങ്ങളൊക്കെ പുള്ളി നേരിട്ട് കണ്ട് കണക്ട് ചെയ്തൊക്കെ റെഡിയാക്കി തുടങ്ങി ഇതിന്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. നവംബർ ഡിസംബർ ജനുവരി ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഒരു മാർച്ച് ഏപ്രിൽ മെയ്യോടുകൂടി ഈ സാധനത്തിന് കുറവ് വരാൻ തുടങ്ങി കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞ് എങ്ങനെയല്ലോ പിന്നെ മഴക്കാലം വന്നു, വെള്ളത്തിന്റെ ആവശ്യം കുറഞ്ഞു വന്നു. പിന്നെ ഈ കഴിഞ്ഞ 2-3 മാസം ഒക്ടോബർ നവംബർ ഡിസംബറിൽ ഏകദേശം ഒന്ന് പിടിച്ചു വന്ന്, അപ്പോഴത്തേക്ക് ഇല്ല ബാങ്കിന്റെ ലോണ് ബാധ്യത എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടി വരിക ചെയ്തു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഈ ജനുവരിയിൽ രണ്ടാമത് അയാൾ എന്നെ കാണുമ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ലോണിന്റെ ബാങ്ക് ലോണിന്റെ സ്ട്രക്ചർ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാനേജറോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ടാമത് ഈ ബിസിനസ് നന്നാവുമോ എന്നറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അല്പം ഒന്ന് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലാനൊക്കെ ഞാൻ മാറ്റി, ആ പദ്ധതിയൊക്കെ ഞാൻ ഒഴിവാക്കി. ഇത് പാല് കൊടുക്കുന്ന പോലെ, മിൽമയൊക്കെ പാലിൽ സപ്ലൈ ചെയ്യുന്ന പോലെ 1 ലിറ്ററിന്റെ പാക്കറ്റ് ആക്കി കൊടുക്കുന്ന രീതിയെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ബോട്ടലിന് പകരം. പക്ഷേ അത് പ്ലാസ്റ്റിക് നിരോധനവുമായി കണക്ട് ചെയ്ത് വന്നതോടുകൂടി അത് തീരെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലുമായി.
ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല. ആള് എന്നോട് പറഞ്ഞത്, ഞാൻ കർണാടകത്തിൽ നിന്ന് ഈ പാളത്തൊപ്പിയുടെ പ്ലേറ്റ് ഉണ്ടാക്കുന്നതിന്റെ കാര്യം ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി പോവാന്ന്. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. ആകെ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ബിസിനസ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് കാണുന്ന പ്രയാസങ്ങൾ വെച്ചതുകൊണ്ട് കഴിഞ്ഞ 5-6 മാസമായി നിങ്ങളുടെ മാർക്കറ്റിൽ വന്നിരിക്കുന്ന വ്യതിയാനത്തെ വെച്ച് വിലയിരുത്തിക്കൊണ്ട് യു ചെക്ക് ദ ഫീസിബിലിറ്റി ഓഫ് ദ ബിസിനസ് മോഡൽ. അത് പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ, അതിനെ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, യാതൊരു ഈഗോവും കൂടാതെ, യാതൊരു മടിയും കൂടാതെ, യാതൊരു തലക്കനവുമില്ലാതെ അതിന്റെ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട സമയമാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ മാറ്റാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഇതിനേക്കാൾ ഭീമമായൊരു നഷ്ടം നിങ്ങൾക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഈ വലിയ വെല്ലുവിളിയെ നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് മാത്രമാണ്. So once again, I request, if you are a startup entrepreneur, you check the feasibility of the business model. നിങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ കണക്ക് വെച്ചുകൊണ്ട് ഇനിയത്തെ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ബിസിനസിന്റെ ടേൺ ഓവർ കണക്ക് കൂട്ടാതെ അടുത്ത 3 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു 9 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് പരമാവധി എന്നുള്ള രീതിയിൽ ഏറ്റവും അങ്ങേയറ്റത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു 18 മാസത്തിന്റെ അപ്പുറത്തേക്ക് കാണാതെ ആ രീതിയിൽ നിങ്ങളുടെ ബിസിനസിനെ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. നമ്മൾ വളരെ വലിയ പ്ലാൻ കണ്ടുകൊണ്ട് അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാൻ മാർക്കറ്റിൽ അത്രയും ഷെയർ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ സാധനത്തിനെ കൊണ്ടുപോകും എന്ന് കണക്കൂട്ടാതെ ഏറ്റവും ചെറിയ രീതിയിൽ അടുത്ത 3 മാസം കൊണ്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും, അതിനുവേണ്ടി ഞാൻ എന്ത് തയ്യാറെടുപ്പ് നടത്തണം, ഇല്ലെങ്കിൽ ഒരു 9 മാസത്തിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്ത 9 മാസം എങ്ങനെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് ഞാൻ എങ്ങനെ തയ്യാറാകണം എന്നുള്ളൊരു കണക്കിലേക്ക് പോവുക. ഓക്കെ. ആൻഡ് പണമാണ് ഏറ്റവും വലിയ പ്രശ്നം. പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ വരാത്തതും ഇൻവെസ്റ്റ്മെന്റ് കിട്ടാത്തതുമാണ് പ്രയാസം. ബി പേഷ്യന്റ് ഇൻ സെക്യൂറിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ്. തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നിരിക്കും. ഈ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ഒരുപാട് സാമ്പത്തിക പാക്കേജുകൾ സംരംഭകർക്കായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിൽ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, സർ അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ബാങ്കിൽ പോയി ലോണിന് വേണ്ടി ചോദിക്കുമ്പോൾ ആ മാനേജറുടെ മുഖം കണ്ടാൽ തന്നെ അയാൾ പറയുന്ന 108 പേപ്പർ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ ഭേദം ഇതങ്ങ് നിർത്തിവെക്കലാണ്. ഇത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ സുഹൃത്തെ. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമല്ലേ നിങ്ങൾ ഇതിന്റെ മേലെ ഇപ്പോഴും പിടിച്ചു തൂങ്ങി നിൽക്കുന്നത്. എത്രയോ ആളുകൾ നിങ്ങൾ ഇത് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളോട് തുടങ്ങണ്ട, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രയാസമുണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് തുടങ്ങണമെന്നുള്ള നിങ്ങളുടെ ആത്മവിശ്വാസമാണ് നിങ്ങളെ മുമ്പോട്ടേക്ക് നയിച്ചത്. അപ്പോ പുതിയ രണ്ടാമത് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആദ്യത്തേതിനേക്കാൾ പ്രയാസമുള്ള സാഹചര്യമായിരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിന് നിങ്ങൾക്കൊരു ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ സാധ്യതകൾ നിങ്ങൾക്ക് കടം തരുന്ന ബാങ്ക് മാനേജറുടെ മുമ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിന്റെ മേധാവിയുടെ മുമ്പിലോ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. അങ്ങനെ അവതരിപ്പിച്ചാൽ മാത്രമേ ഈ സ്ഥാപനങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ബിസിനസിനെ വളർത്തുന്ന രീതിയിൽ ഉള്ള പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. സോ യു മസ്റ്റ് ബി വെരി പേഷ്യന്റ് ഇനഫ് ഇൻ സെക്യൂറിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ്. നമ്മൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം കിട്ടാതെ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ലാഭം വരാതെ വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പൈസ കയ്യിൽ വരാതെ വരുമ്പോൾ നമുക്ക് മടുപ്പ് വരും. ഇതൊന്നും ചെയ്താൽ എങ്ങനെ ശരിയാവില്ല, ഞാനിത് നിർത്തി പോകാൻ വേണ്ടി പോകുന്ന കേട്ടാ, ഞാൻ എങ്ങനെയെങ്കിലും അളിയനെ വിളിച്ച് പറയും എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു തരാം. ഗൾഫിൽ പോയതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഏത് സ്ഥലത്ത് പോയതുകൊണ്ട് കാര്യമില്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ ഒരു സംരംഭകനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വന്ന നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നിങ്ങൾ ആരെടുത്താണോ സമീപിക്കുന്നത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും അവർ പറയുന്ന രീതിയിലേക്കുള്ള ചാനൽ നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റാനുമുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് നടത്തണം. Then only you will survive this crisis. Then only you will overcome
all the trouble that you are going to face. ഇങ്ങനെ ഒരു തയ്യാറെടുപ്പോടുകൂടി എൻ്റെ ബിസിനസ് ഈ സാഹചര്യത്തിന് പറ്റുന്നതാണോ അല്ലയോ എന്ന ഒരിക്കൽ കൂടിയുള്ള ചിന്തയോടുകൂടി, തിരിച്ചറിവോടുകൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ കാലയളവിൽ എന്ന് ആദ്യം കണ്ടുകൊണ്ട് അങ്ങനെ ഇതിനെ സ്റ്റേബിളാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ കണ്ടെത്തിക്കൊണ്ട് എൻ്റെ ചെലവിനെ കുറച്ച് എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ തന്നെ ദിവസേന കണ്ടുകൊണ്ട് കണക്കാക്കിക്കൊണ്ട് നീങ്ങുകയാണെങ്കിൽ യുവ സംരംഭകരായ അല്ലെങ്കിൽ സംരംഭകരായ ആളുകൾക്ക്, ഓൺട്രപ്രണേഴ്സിന് മുമ്പോട്ട് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളിത് നിർത്തിപ്പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒന്നാമനായി നിങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ ഈസ് ഇൻ ടു ബിസിനസ്, നിലവിലുള്ള ബിസിനസ് സാഹചര്യത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ തുടർച്ചയായുള്ള ഒരു ബിസിനസ് നേട്ടത്തിനോടൊപ്പം തുടർന്ന് യാത്ര ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും പ്രയാസമുള്ള കാലങ്ങളിൽ വന്നിരിക്കുന്ന സാമ്പത്തിക ബാധ്യത എത്രയാണ് എന്ന് കണക്കാക്കി അതിനെ തിരുത്താനുള്ള വഴികൾ കണ്ടെത്തുക. സാമ്പത്തിക ബാധ്യത വരുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ ഞാൻ എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനേക്കാൾ കൂടുതൽ മറ്റൊരു ബിസിനസ്സിലോ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലേക്കോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ നിലവിലുള്ള ബിസിനസ്സിന് അത് കോട്ടം തട്ടുന്ന രീതിയിലേക്കായി മാറും. ഉദാഹരണം, ഞാൻ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബിസിനസ് ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നതിൻ്റെ ഇടയിൽ കിട്ടിയ കുറച്ച് ലാഭം അല്ലെങ്കിൽ കുറച്ച് നേട്ടം കൊണ്ട് ഞാൻ ഇത് മുഴുവൻ എൻ്റെ ലാഭമായി തീരും എന്ന കണക്കുകൂട്ടലിൽ അടുത്ത 4-5 മാസം കൂടി ഈ ബിസിനസ് ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് ഞാൻ അതുകൊണ്ട് പോയി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഞാനിത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതോടുകൂടി സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം, എൻ്റെ നിലവിലുള്ള ഇലക്ട്രോണിക് ഷോപ്പിന്റെ ബിസിനസ്സിന് വേണ്ട സ്റ്റോക്ക് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടുന്ന ഫണ്ട് എൻ്റെ കയ്യിലുണ്ടാവും. എൻ്റെ കയ്യിലുള്ള എൻ്റെ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറും. അത് മാറുമ്പോൾ എൻ്റെ അടുത്ത് സംഭവിക്കുന്നത്, ഞാൻ ഈ ബിസിനസ്സിൽ വേണ്ടത് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. നേരത്തെ ഞാൻ ഡയറക്റ്റ് പേയ്മെന്റ് കൊടുത്ത് മാക്സിമം ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ മേലെ ഉണ്ടാവുന്ന പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഫണ്ട് ഡൈവേർട്ട് ചെയ്തതുകൊണ്ട്, ഞാൻ മറ്റു ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാകുമെന്ന് കണ്ട് ഞാൻ അങ്ങോട്ട് നീങ്ങിയത് കൊണ്ട് എൻ്റെ ഒറിജിനൽ ബിസിനസ്സിനെ അല്ലെങ്കിൽ എൻ്റെ പാരന്റ് ബിസിനസ്സിനെ, എൻ്റെ പ്രൈമറി ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ടാവുകയും ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് നഷ്ടം വരികയും ചെയ്യും. ഈ നഷ്ടം ഈ കോവിഡ് കൂടി വന്നതോടുകൂടി റിയൽ എസ്റ്റേറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ബ്ലോക്ക് ആവുകയും കൂടെ ചെയ്തതോടുകൂടി എൻ്റെ പാരന്റ് ബിസിനസ്സിലും എൻ്റെ സബ്സിക്വന്റ് ബിസിനസ്സിലും എനിക്ക് നഷ്ടമായി. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, കടം കൊടുത്ത ആളുകൾ എന്നെ കാണുമ്പോൾ വണ്ടി പിടിച്ചു നിർത്തുന്ന അവസ്ഥ, ആളുകളോട് സംസാരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ ഉണ്ടാവും. സോ യു അസസ് ദ ഫിനാൻഷ്യൽ ഡാമേജസ്. എന്തൊക്കെയാണ് അങ്ങനെ നിങ്ങൾ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ? ആ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതിനുള്ള മാർഗങ്ങൾ നമ്മൾ വരുത്തി വെച്ചതായതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള വഴികൾ നമ്മൾ സുഹൃത്തുക്കളോടോ മറ്റു ആളുകളോടോ ആലോചിച്ച് വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലയുടെ മറ്റൊരു തലം ആലോചിക്കാൻ വേണ്ടി പറ്റുമോ? യു ടേക്ക് എ സെക്കൻഡ് ലുക്ക് അറ്റ് യുവർ ബിസിനസ് പ്ലാൻ. സെക്കൻഡ് ലുക്ക് അറ്റ് യുവർ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്, ഞാൻ പറയാം, നിങ്ങളിപ്പോൾ ഒരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഹാർഡ്വെയർ ഷോപ്പിൽ അതുവരെ നിങ്ങൾ സിമെന്റ്, സ്റ്റീൽ, ഇഷ്ടിക തുടങ്ങിയ, ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ എൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സിമെന്റ്, സ്റ്റീൽ, ഇഷ്ടിക തുടങ്ങിയ സാധനങ്ങളൊക്കെ നടത്തുന്ന ഒരു കടയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. സ്വാഭാവികമായും നാട്ടിൽ ആളുകൾ വീടെടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നേരത്തെ നിങ്ങളുടെ കടയിൽ വന്ന് അന്വേഷിച്ച് വില ചോദിച്ച് പോകുന്ന ആളുകളുടെ അത്രയും ആളുകൾ കഴിഞ്ഞ 5-6 മാസമായി നിങ്ങളുടെ കടയിൽ വരുന്നില്ല. കാരണം ലോക്ക്ഡൗൺ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കടയ്ക്ക് പുറമെ ആ ഏരിയയിൽ വേറെ ചെറിയ ചെറിയ കടകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വീടെടുക്കുന്നതിൻ്റെ അടുത്ത് 10 പൈസയോ 20 പൈസയോ കിലോയുടെ അധികം വന്നാൽ പോലും സ്റ്റീലും സിമെന്റും വാങ്ങിക്കുന്നതിന് വേണ്ടി
വീട്ടിൻ്റെ അടുത്തുള്ള നാട്ടിലുള്ള ചെറിയ കടക്കാരൻ്റെ അടുത്ത് പോയി മേടിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറയുന്നു, നിങ്ങളുടെ ബിസിനസ് വോളിയം കുറയുന്നു. സോ യു ടേക്ക് എ സെക്കൻഡ് ലുക്ക് അറ്റ് യുവർ ബിസിനസ് പ്ലാൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ബിസിനസ്സും ഹോം ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റും. ഓൺലൈനിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നാട്ടിലുള്ള ആളുകളോട് നിങ്ങൾ കണക്ട് ചെയ്ത് ലോക്കൽ ചാനലുകളിൽ കൊടുക്കുന്ന പരസ്യങ്ങൾക്ക് പുറമെ ആളുകളുടെ ഫോണിലോ മറ്റോ വാട്സപ്പിലോ മറ്റോ രീതികളിലോ മെസ്സേജ് വരുന്ന രീതിയിൽ വരുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരാളെടുത്ത് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം എത്തുകയും കടയിലേക്ക് നേരിട്ട് ആളുകൾ വരുന്നത് കുറഞ്ഞാലും നിങ്ങളുടെ കസ്റ്റമർ നെറ്റ്വർക്ക് കുറയാതിരിക്കുകയും ചെയ്യും. സോ യു തിങ്ക് ഓഫ് ടേക്കിംഗ് എ സെക്കൻഡ് ലുക്ക് അറ്റ് യുവർ ബിസിനസ് പ്ലാൻ. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ചെറുതായി ഒന്ന് മാറ്റി, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ചും കൂടി കാഴ്ചപ്പാടുള്ള ഒരാളായി മാറിക്കൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങളെ കണ്ടെത്തുന്നതിനെ പറ്റി നോക്കുക. ഓക്കെ, ആൻഡ് പ്ലാൻ ഫോർ ഫണ്ടിങ് ടു റിക്കവർ ഇഫ് യു നീഡ്. കഴിഞ്ഞ 5-8 മാസത്തെ മാർക്കറ്റിലുള്ള തളർച്ച കൊണ്ട് നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വന്നിരിക്കുന്ന കുറവാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, പണമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, പണം മാത്രമേ പ്രശ്നമുള്ളൂ സാർ, വേറെ ഒരു പ്രശ്നവുമില്ല, ആരോഗ്യവും പണവും മാത്രമാണ് നമ്മളെ പ്രശ്നം, പണം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും പുലിയാണ്, ഫണ്ട് റിക്കവർ ചെയ്യലാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ, ഇഫ് യു നീഡ് മണി യു ഗോ ടു എ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ നാഷണലൈസ്ഡ് ബാങ്ക് ആൻഡ് ഗീവ് എ പ്രപ്പോസൽ. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വ്യത്യസ്തമായ രീതിയിൽ MSME ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റിന്റെ ഒരുപാട് സ്കീമുകൾ, സെൻട്രൽ ഗവൺമെന്റിന്റെ ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയാലും സാധാരണ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്ന, നിങ്ങൾ കൃത്യമായി ബാങ്കിങ് നടത്തുന്ന, കൃത്യമായി ഇടപാടുകൾ നടത്തുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പണം തരുന്നതിന് ഇവിടെയുള്ള ദേശസാൽകൃത ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ പ്ലാൻ ഫോർ ഫണ്ടിങ് ടു റിക്കവർ ഇഫ് യു നീഡ്. നിങ്ങൾക്ക് പണമാണ് ആവശ്യം എങ്കിൽ ആ പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വ്യക്തമായ മാർഗങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ മാനേജർമാർ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു തരും. അതിന് വളരെ വ്യത്യസ്തമായ ഒരുപാട് രീതികൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, റീവാമ്പ് യുവർ ബഡ്ജറ്റ് ടു അക്കൗണ്ട് ഫോർ ന്യൂ സ്പെൻഡിങ്. അത് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വരവും ചെലവും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ കണക്കുകളുമായി മുമ്പോട്ട് പോകാൻ വേണ്ടി നോക്കുക. ഏറെ ആഘോഷിച്ച് ജീവിച്ച ആളുകളാണ് നമ്മളെല്ലാവരും, ഏറെ ആസ്വദിച്ച് ജീവിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. ആ കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയുള്ളൊരു ധൂർത്തിന്, ഒരു കൈവിട്ട കളിക്ക് ഒരുപക്ഷെ ലോകം നമ്മളെ കൂടെ നിൽക്കില്ല. ബിസിനസ്സിൽ ഉണ്ടാകുന്ന യു റീവാമ്പ് യുവർ ബഡ്ജറ്റ് ടു അക്കൗണ്ട് ഫോർ ന്യൂ സ്പെൻഡിങ്. പുതിയ ചെലവാക്കലിന് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് വരുമാനം എന്നുള്ളത് കണ്ടെത്തി അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് യു ഡെവലപ്പ് എ ടൈം ലൈൻ ഫോർ റീബിൽഡിങ്. എൻ്റെ ബിസിനസ്സിൽ കഴിഞ്ഞ 5-8 മാസം കൊണ്ട് വന്നിരിക്കുന്ന ഈ തളർച്ച മാറ്റുന്നതിന് എത്ര മാസം കൊണ്ട് ഏത് രീതിയിൽ ഞാൻ പ്രവർത്തിക്കും എന്ന് നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഇതിന് കുറവ് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ബിസിനസ് മെത്തേഡ് മാറ്റിയിട്ടാണ്. ഒന്ന്, എൻ്റെ പണത്തിൽ വന്നിരിക്കുന്ന ദൂർത്ത് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൻ്റെ പ്രശ്നം തീരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. വർക്കിംഗ് ക്യാപിറ്റൽ വന്നിരിക്കുന്ന കുറവാണ്, അതിന് പണം കണ്ടെത്താനുള്ള മാർഗം കണ്ടെത്തിയേ പറ്റൂ. ഒന്നിക്കിൽ ഞാൻ ബാങ്കിനെ സമീപിക്കാം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് ഞാൻ കടം മേടിക്കാം, ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ ഉണ്ടാക്കാം, അതുമല്ലെങ്കിൽ ആളുകൾക്ക് ഇതിനുള്ള ഷെയർ കൊടുക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കുന്നു, ഞാൻ അതിനെപ്പറ്റി കാണുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി യു ഡെവലപ്പ് എ ടൈം ലൈൻ ഫോർ റീബിൽഡിങ്. കൊറോണ മാറിയിട്ട് ഇനി പുതിയ വാക്സിൻ റഷ്യയിൽ നിന്ന് വന്നിട്ട് ഒറ്റ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റായതിനു ശേഷം മച്ചാ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ പൊന്നു സഹോദര, ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. മൂക്കിൽ പഞ്ഞി വെച്ച് ഫ്രെയിമിൽ കിടക്കുകയുള്ളൂ. സോ യു ഡെവലപ്പ് എ ടൈം ലൈൻ ഫോർ റീബിൽഡിങ്. എത്ര മാസം കൊണ്ട്? ഇത് തിരിച്ചുള്ള ഒരു കുതിപ്പിന് നിങ്ങൾക്ക് എത്ര സമയം വേണം? ഈ തിരിച്ചുള്ള കുതിപ്പിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ ഏതൊക്കെ രീതിയിലാണ് തയ്യാറാക്കുന്നത്? ആ ഒരു സമയം നിങ്ങൾ നിശ്ചയിക്കുകയാണ് എങ്കിൽ ഏറ്റവും അവസാനം കോവിഡിന്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും നമ്മൾ കണ്ടു.
ഇനി വരാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്കറിയില്ല. യു ക്രിയേറ്റ് എ കണ്ടിൻജൻസി പ്ലാൻ ഫോർ ഫ്യൂച്ചർ. നാളെ വരാൻ വേണ്ടി പോകുന്ന ഏതോ ഒരു അത്യാഹിതമുണ്ട് എങ്കിൽ, ഒരു പ്രയാസമുള്ള കാലഘട്ടം വരികയാണ് എങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു റിസർവ് ഫണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു തുക മാറ്റിവെക്കാൻ, അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം കാണാൻ. പണ്ട് സാധാരണ വീടുകളിൽ പ്രായമുള്ള സ്ത്രീകൾ പറയുന്ന ഒരു രീതിയുണ്ട്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അരി എടുത്ത് കഴുകി അടുപ്പത്തിടുന്നതിന് മുമ്പേ, അരി കഴുകുന്നതിന് മുമ്പേ ഒരു പിടി അരി അതിൻ്റെ അകത്തുനിന്ന് മാറ്റി വെക്കും. ഈ ഒരു പിടി അരി എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു പിടി അരി മാറ്റി വെക്കുന്നത്, ഈ ഒരു പിടി അരി എന്നുള്ളത് നാളെ ഏതെങ്കിലും ഒരു കാലത്ത് അരി ഇല്ലാതെ വരുന്ന ഒരു ദിവസം ഉപയോഗിക്കാൻ വേണ്ടി എല്ലാ ദിവസവും എടുത്ത് മാറ്റി വെക്കുന്ന ഒരു പിടി അരിയാണ്. ഈ ഒരു പിടി അരിയാണ് കണ്ടിൻജൻസി പ്ലാൻ. നാളേക്ക് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രയാസത്തിന് നീക്കി വെക്കാൻ വേണ്ടി ചെറിയ ഒരു തുക നീക്കി വെക്കുന്ന ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. നിലവിലുള്ള ഒരു ബിസിനസ്സുകാരനാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ലോകത്തെ അവലോകനം ചെയ്തുകൊണ്ട് അതിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ വരുത്തി വെച്ചതാണെങ്കിൽ അതിന് തിരുത്താനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ബിസിനസിന്റെ തലത്തിൽ മാറ്റം വരുത്താനുള്ളതാണെങ്കിൽ ആ രീതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്, സാമ്പത്തികമായ പ്രയാസമാണ് നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളിയെങ്കിൽ അതിനെ മറികടക്കുന്നതിന് ബാങ്കുകളോ മറ്റ് പാർട്ട്ണർമാരോ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനെയോ കണ്ടെത്തിക്കൊണ്ട് സുതാര്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട്, നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കൂട്ടിയിണക്കിക്കൊണ്ട് ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഒരു ടൈം പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് നാളേക്കുള്ള ഒരു ചെറിയ നീക്കിയിരിപ്പ് എല്ലാ ദിവസവും കരുതൽ വെച്ചുകൊണ്ട് ഈ പ്രയാസകാലത്തെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമായി നമുക്ക് നീങ്ങാം. ഞാൻ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട രത്തൻ ടാറ്റയുടെ വാക്കുകൾ കടമെടുക്കുകയാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻസ്. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച വാചകങ്ങളിലൊന്നാണ്. ഐ ടേക്ക് ഡിസിഷൻസ് ആൻഡ് ദെൻ മേക്ക് ദം റൈറ്റ്. നമ്മളിപ്പോൾ ശരിയായ തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന്. രത്തൻ ടാറ്റ പറഞ്ഞത് അങ്ങനെയല്ല. രത്തൻ ടാറ്റ പറഞ്ഞത് ഞാൻ തീരുമാനങ്ങൾ എടുക്കും, തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം എൻ്റെ കാഴ്ചപ്പാട് കൊണ്ട്, എൻ്റെ തിരിച്ചറിവ് കൊണ്ട്, എൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് ഞാൻ അതിനെ നേരെയാക്കി എടുക്കും എന്നുള്ളതാണ്. ഐ ടേക്ക് ഡിസിഷൻസ് ആൻഡ് മേക്ക് ദം റൈറ്റ്. ജീവിതത്തിൽ അതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റണം. ബിസിനസ്സിൽ ഉണ്ടായിരുന്ന പരാജയത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്താൻ ഊർജിതമായി എനിക്കും നിങ്ങൾക്കും പറ്റണം. ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, രാകേഷ് എല്ലാവരോടും ചാറ്റ് ബോക്സിലും ചാറ്റ് ചെയ്യാൻ പറയണം. ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു നിഴൽ രൂപം നിങ്ങൾ കാണുന്നുണ്ട് ഉണ്ടല്ലോ. വാട്ട് ഈസ് ദിസ് ഷാഡോ പിക്ചർ? അതെന്താണത്? നിങ്ങൾ ഉത്തരം എഴുതാം. ഈ ഫോട്ടോയിൽ ഈ സൈഡിൽ കാണുന്ന ഇങ്ങനെ ഒരു കമ്പി പോലത്തെ സാധനമല്ല, ആ ഒരു നിഴൽ നിങ്ങൾ കാണുന്നില്ലേ? ആ നിഴലിന്റെ ചിത്രം അതെന്താണ് എന്ന ചോദ്യം. നട്ടപ്പാതിരക്ക് ഒരു നിഴലും കാണിച്ചിട്ട് അതിന്റെ ചിത്രം എന്താന്ന് ചോദിക്കാൻ ഇയാളെ തലയിൽ ഓളാണോ ചോദിക്കും. ഓൾഡ് മാൻ വിത്ത് എ സ്റ്റിക്ക്. ഓൾഡ് മാൻ വിത്ത് എ സ്റ്റിക്ക്. ഓൾഡ് മാൻ വിത്ത് എ സ്റ്റിക്ക്. കൈയടിക്കാം, വളരെ ഗംഭീരമായിട്ട് കൈയടിക്കാം. തെറ്റുത്തരമാണ്, മേലാൽ ഇത് പറയരുത്. ഓക്കെ. എ ഫാർമർ. എ ഫാർമർ. ആ. എ മാൻ വാരിയർ. എ മാൻ വാരിയർ. ഓക്കെ. സ്റ്റാച്യു ഓഫ് എ പപ്പറ്റ്. സ്റ്റാച്യു. ഗ്രാംഫോൺ. ഓൾഡ് വിച്ച്. ഓൾഡ് വിച്ച് പോലും. ഓൾഡ് വിച്ച്. ഓൾജിയർ. മൈക്ക് ഷാഡോ. മൈക്ക് ഷാഡോ. പിയാനോ. ഡിഷ് ആന്റിന. അതിൽ വന്ന് നിൽക്കണം. മതി, ഞാൻ തളർന്നു. ഇതൊന്നുമല്ല സാധനം. ഈ സാധനം എടുത്ത് ഫോട്ടോഗ്രാഫർ പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ബാത്റൂമിന്റെ അകത്ത് ഈ കാണുന്നത് ഒരു ടെലിഫോൺ ഷവറിന്റെ സ്റ്റാൻഡാണ്. ടെലിഫോൺ ഷവറിന്റെ സ്റ്റാൻഡും അതിന്റെ മേലെയുള്ള ഷവറിനെയും ക്യാമറയുടെ ഏതോ ഒരു ആംഗിളിൽ നിന്ന് പിറകുവശത്ത് നിന്ന് നോക്കുമ്പോൾ, നമ്മൾ നോക്കുന്ന സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ഷെയ്ഡ് ചുമരിൽ പതിഞ്ഞു കാണുമ്പോൾ ഈ ചിത്രമാണ് കിട്ടുന്നത്. അങ്ങനെ വന്ന ഒരു ചിത്രത്തിന്റെ ഫോട്ടോ ആണത്. വാരിയറോ കർഷകനോ അല്ലെങ്കിൽ ഓൾഡ് വിച്ചോ ഒന്നുമല്ല. ഞാനിവിടെ പറയുന്നത് ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ നേരിട്ട് കാണുന്ന പ്രയാസങ്ങൾ കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും പറ്റും.
അതിന്റെ അപ്പുറത്തേക്ക് കാണാനുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് നിങ്ങളൊരു ബിസിനസ് ലീഡർ ആവുന്നത്. ഇഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ ഫോർ ദോസ് തിങ്സ് വിച്ച് ആർ നോട്ട് വിസിബിൾ, then you are a business leader. ഈ കഴിഞ്ഞ കാലത്തിന്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ പരാജയമുണ്ടായി എന്ന് പറയുമ്പോൾ ആ പരാജയത്തിന് നിങ്ങൾ കണ്ടെത്തിയ കാരണങ്ങളിൽ ഒന്ന് പണമില്ലാത്തതാണ്, ആളുകളെ നേരിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തതാണ്, ഓഫീസിലേക്ക് സ്റ്റാഫ് വരാത്തതാണ് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ പുറമേ കാണുന്ന പ്രയാസങ്ങളാണ് എങ്കിൽ, കാണാത്ത ഏതോ ഒരു പ്രയാസം ഉള്ളതിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, then you will become a business leader. Okay? And if you want to become a business leader, നാളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബിസിനസ് ലീഡറായി മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, JCA പോലുള്ള ഒരു സംഘടന സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാവുമ്പോൾ ബിസിനസ്സിലുള്ള പ്രയാസങ്ങൾ മാറ്റാൻ ഒരു ചെറുകിട കച്ചവടക്കാരനും ഒരു സംരംഭകനും ഉള്ള പ്രയാസങ്ങളെ തരണം ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എങ്ങനെ ഒരു ബിസിനസ് ലീഡറായി മാറണം എന്നുള്ളതിന്റെ കാഴ്ചപ്പാട് കൂടെ ഞാൻ ഇവിടെ പറയണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് പോവുകയാണ്. ഹൗ യു ക്യാൻ ബി എ ബിസിനസ് ലീഡർ? ഇഫ് യു വാണ്ട് ടു ബി എ ബിസിനസ് ലീഡർ, യു ഷുഡ് ഹാവ് ക്രെഡിബിലിറ്റി. എന്താ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം? അയാൾ ശരിയാവില്ല കേട്ടോ. അയാളുമായിട്ട് ഇടപെടാൻ പറ്റുന്ന ആളെയല്ല. പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലാത്തവനാ. പൈസ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ വിളിച്ചാൽ പോലും കിട്ടില്ല. മാർക്കറ്റിലെ അയാൾ തീരെ ശരിയാവില്ല. അയാളുടെ ഇടപെടാനേ പറ്റില്ല. ഇങ്ങനെ നമുക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മേഖലയിൽ. പറഞ്ഞ വാക്കിന്റെ മേലെ ഉറച്ചു നിൽക്കുന്ന, ഇടപെടാൻ പറ്റുന്ന ആളായിരിക്കണം നമ്മൾ. ദാറ്റ് ഇസ് ക്രെഡിബിലിറ്റി. ഓക്കെ? ആൻഡ് യു ഷുഡ് ഹാവ് അഡാപ്റ്റബിലിറ്റി. മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് ഞാനും നിങ്ങളും മൊബൈൽ ഫോൺ മാറ്റാൻ ഒരു മടിയും കാണിക്കാറില്ലല്ലോ. ഏറ്റവും പുതിയ മൊബൈൽ ഫോണിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറാറുണ്ട്. നമ്മുടെ വസ്ത്രത്തിൽ മാറ്റം വരുത്താറുണ്ട്. ഒരു പക്ഷെ കാറിലോ ടൂ വീലറിലോ ബാക്കി സാധനങ്ങളിലോ ഒക്കെ അതിനോടൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. ഈ ബിസിനസ് രംഗത്ത് വരുന്ന മാറ്റങ്ങളോട് നമുക്ക് അങ്ങനെ ഒരു അഡാപ്റ്റബിലിറ്റി ഇല്ല. ഇപ്പോഴും ഓൺലൈൻ പേയ്മെന്റ് നടത്തണം എന്ന് പറയുമ്പോൾ അത് വേണ്ട, അത് ശരിയാവില്ല കേട്ടോ. ഗൂഗിൾ പേ എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഞാൻ ഇങ്ങനെ പൈസ എത്ര തരാം. ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ചോദിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഒന്നും വേണ്ട പോയി, നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ക്യാഷ് തന്നെ ആയിട്ട് തരാം. ചെക്ക് വേണ്ട, ചെക്ക് ബാങ്കിൽ അക്കൗണ്ട് ഇല്ല. പാൻ കാർഡ് ഞാൻ ഇനിയും എടുത്തിട്ടില്ല. ഇൻകം ടാക്സ് റിട്ടേൺ ഞാൻ ഫയൽ ചെയ്യാറില്ല, അതിൽ ചൊറയാണ്. ഇങ്ങനെ പറയുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇഫ് യു വാണ്ട് ടു ബി എ ബിസിനസ് ലീഡർ, യു ഷുഡ് ഹാവ് അഡാപ്റ്റബിലിറ്റി. വൺസ് യു ഹാവ് അഡാപ്റ്റബിലിറ്റി, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പേഴ്സണൽ എത്തിക്സ്. ബിസിനസ് രംഗത്ത് എന്നല്ല, വ്യക്തിപരമായ ഏത് രംഗത്തും മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കണം എങ്കിൽ ജീവിത മൂല്യങ്ങൾ ഉണ്ടായേ പറ്റും. പേഴ്സണൽ എത്തിക്സ്, ജീവിത മൂല്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം, അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കണം. കച്ചവടക്കാരനാകുമ്പോൾ സ്വാഭാവികമായും കച്ചവട തന്ത്രം അറിയുന്നവനായിരിക്കണം. ഹി ഷുഡ് ബി ടാക്ട്ഫുൾ. ഇതൊന്നും അറിയാത്ത ഒരുത്തൻ, ചില ആളോട് നമ്മൾ പറയില്ല, അയ്യോ നീയൊന്നും ഒരു കാരണവശാലും കച്ചവടത്തിന് പറ്റിയ ഒരുത്തനല്ല, നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ട് പൊട്ടനാണ് നീ, നിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ നിന്നെ പറ്റിച്ചിട്ട് പോകൂടാ എന്ന് പറയുന്നില്ലേ? ഹി ഓർ ഷീ ഷുഡ് ഹാവ് ടാക്ട്ഫുൾനെസ് എന്ന് പറയുന്ന സാധനം, കച്ചവട തന്ത്രം. പിന്നെ സെൽഫ് ട്രസ്റ്റ്. ഞാൻ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള ആളുകളെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഐ ഷുഡ് ബിലീവ് മൈ സെൽഫ്, ഐ ഷുഡ് ട്രസ്റ്റ് മൈ സെൽഫ് ഫസ്റ്റ്. ഇഫ് യു വാണ്ട് ടു ബി എ ബിസിനസ് ലീഡർ, യു ഷുഡ് ഹാവ് സെൽഫ് ട്രസ്റ്റ്. ഞാൻ ഇതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, കാരണം സമയം 11:37 എന്ന് എൻ്റെ വാച്ചിൽ കാണിക്കുന്നുണ്ട്. 2 തവണ ഈ റൂമിന്റെ ഉടയൻ വന്ന് എന്നെ നോക്കിപ്പോയി. ഓക്കെ? ആൻഡ് യു ഷുഡ് ബി ഇന്നോവേറ്റീവ്. പുതിയ പുതിയ മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു മനസ്സുള്ള മനുഷ്യനായിരിക്കണം ഇഫ് യു വാണ്ട് ടു ബി എ ബിസിനസ് ലീഡർ. അങ്ങനെയുള്ള ഒരാളായിരിക്കണം. ശുഭാപ്തി വിശ്വാസിയായിരിക്കണം. ഒപ്റ്റിമൽ തിങ്കിങ്, ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം. അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ആ ബിസിനസ് ചെയ്യാനുള്ള കോമ്പിറ്റൻസ് ഉണ്ടാവണം, കഴിവുണ്ടാവണം. കഴിവുണ്ടെങ്കിൽ അതോടൊപ്പം അവസാനം കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു സാധനം, ആളുകളോട്, വ്യക്തികളോട്, സമൂഹത്തിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, കണക്റ്റഡ് ആവുന്ന ഒരാളായിരിക്കണം. ഹി ഓർ ഷീ ഷുഡ് ബിക്കം എ ബിസിനസ് ലീഡർ. തന്നെ ഒരുപാട് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ബിസിനസ്സിനോടൊപ്പം അവരുടെ ബിസിനസ് ലീഡർഷിപ്പും വളർത്താനുള്ള ഒരു കഴിവുണ്ടാകണം. അങ്ങനെ വരികയാണ് എങ്കിൽ എൻ്റെ ബിസിനസ്സിലുള്ള പ്രയാസങ്ങളെ മറികടന്നുകൊണ്ട്
മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ഒരുപക്ഷെ നിങ്ങൾ ചിലർക്കെങ്കിലും അറിവുള്ള പരിചയമുള്ള ഒരാളായിരിക്കണം. കരോളി ടെക്കാക്സ് എന്ന് പറയുന്ന ഒരു ഹംഗേറിയൻ ആർമിയിലെ സർജന്റ് ആയിരുന്നു ഇയാൾ. അയാൾ പറഞ്ഞൊരു വാചകം, സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് വാട്ട് യു ഹാവ് ലോസ്റ്റ്, ഫോക്കസ് ഓൺ വാട്ട് യു സ്റ്റിൽ ഹാവ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ബേജാറാവാണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ മനസ്സ് പ്രയാസപ്പെടുത്താണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ബാക്കിയുള്ളത്, എന്താണോ നീക്കിയിരിപ്പുള്ളത്, അതിൻ്റെ മേലെ ഉറച്ചു നിൽക്കുക. ബിസിനസ് ചെയ്ത് കഴിഞ്ഞ കുറെ മാസങ്ങളായി, കഴിഞ്ഞ ഒരു വർഷത്തോളമായി ബിസിനസ്സിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചു, പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളോടൊക്കെ ഇയാൾ പറഞ്ഞിരിക്കുന്ന, ഈ പട്ടാളക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് പോട്ടെ, നിങ്ങളുടെ കയ്യിൽ എന്താണോ ബാക്കി നീക്കിയിരിപ്പുള്ളത്, ആ നീക്കിയിരിപ്പുള്ളതിനെ കരുതിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കുതിക്കുക. നമുക്കിത് കേട്ടാൽ വളരെ ചെറിയൊരു കാര്യമാണെന്ന് തോന്നും. ഇയാൾ പട്ടാളക്കാരൻ വെറും ഒരു പട്ടാളക്കാരൻ മാത്രമായിരുന്നില്ല, ഹംഗേറിയൻ ആർമിയിലെ ഒരു സർജന്റ് ആയിരുന്നു ഇയാൾ. 1936 ഹംഗറിയിലെ ആർമിയിലുള്ള ഏറ്റവും മികച്ച പിസ്റ്റൾ ഷൂട്ടർ ആയിരുന്നു ഇയാൾ. വലത്തുകരം കൊണ്ട് പിസ്റ്റൾ കൊണ്ട് വെടിവെക്കുന്ന അത്രയും മിടുക്കനായ പ്രഗത്ഭനായ ഒരു സർജന്റ് ആയിരുന്നു ഇയാൾ. ഇദ്ദേഹത്തിന്റെ ആഗ്രഹം 1936 ഒളിമ്പിക്സിൽ ഈ പിസ്റ്റൾ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഹംഗേറിയൻ ആർമിയുടെ അന്നത്തെ നിയമം വെച്ച് ഒരു കമാൻഡിംഗ് ഓഫീസർ അല്ലാത്ത ഒരാൾക്ക് ആർമിയിൽ നിന്നും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇയാൾ ഒരു സർജൻ ലെവലിലുള്ള ആളായതുകൊണ്ട് തന്നെ ഇയാൾക്ക് ആ 1936 ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുകയും ഇയാൾ അടുത്ത കമാൻഡിംഗ് ഓഫീസർ ആകുന്ന കാലത്തിന് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്തു. ഹംഗേറിയൻ ഗവൺമെന്റ് ഇതിന്റെ ഇടയിൽ നിയമം മാറ്റി ഏതൊരു ലെവലിലുള്ള ഓഫീസർമാർക്കും പട്ടാളത്തിൽ ഉള്ള ആർക്കും പങ്കെടുക്കാം എന്നുള്ള നിയമം കൊണ്ടുവന്നു. പക്ഷേ ഈ കരോളി ടെക്കാക്സിനെ കാത്തു നിൽക്കുന്ന വിധി വേറെയായിരുന്നു. ഇദ്ദേഹം 1938 ഇദ്ദേഹത്തിന്റെ ആർമിയിലുള്ള പരിശീലനത്തിന്റെ ഇടയിൽ വെച്ച് വലത്തെ കൈയിൽ നിന്നുകൊണ്ട് ഗ്രനേഡ് പൊട്ടുകയും വലത്തെ കൈ ചെതറി പോവുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ആർമിയിലുള്ള ഏറ്റവും വലിയ മികവുള്ള പട്ടാളക്കാരൻ വലത്തെ കരം കൊണ്ട് പിസ്റ്റളിൽ വെടിവെക്കാൻ അത്രയും ഷാർപ്പായ ഷൂട്ടറാണ് അയാൾ. ഇയാളുടെ വലത്തെ കൈ നഷ്ടപ്പെട്ടു. ആർമിയിലുള്ള ജോലി പോയി. ആർമിയിലുള്ള ജോലി പോയതിനു ശേഷം ഇയാൾ ചെയ്തു, തൻ്റെ ചികിത്സാ സമയമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇടത്തെ കൈ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. 1 വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ ആ രാജ്യത്തെ വാർഷിക മത്സരം, ഏതോ ഒരു മത്സരത്തിൽ പിസ്റ്റൾ കൊണ്ട് വെടിവെക്കുന്ന ഒരു മത്സരം, കോമ്പറ്റീഷൻ നടക്കുന്ന, നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത് ഇയാൾ കാണാൻ വേണ്ടി പോയി എന്ന് ആളുകൾ കരുതിയപ്പോൾ ഇയാൾ മത്സരിക്കാൻ വേണ്ടി പോയതാണ്. 1 വർഷം കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് 1939 ആ മത്സരത്തിൽ ഇയാൾ 1ാം സമ്മാനം നേടി. 39 1ാം സമ്മാനം നേടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു, 1940 വരാൻ പോകുന്ന ഒളിമ്പിക്സിൽ മത്സരിക്കാം. 36 അന്ന് പട്ടാളത്തിൽ സർജന്റ് ആയതുകൊണ്ട് കിട്ടാത്ത ഒരു സാധ്യത 1940 കിട്ടും എന്ന് അദ്ദേഹം കരുതി. പക്ഷെ വിധി അദ്ദേഹത്തിനെതിരായിരുന്നു. 1940 വേൾഡ് വാർ വന്നു. 1944 പിന്നെയും വേൾഡ് വാർ തുടർന്നുകൊണ്ടിരുന്നു. ഈ 2 വർഷവും ഇയാൾക്ക് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പറ്റാതായി. ഒന്ന് ആലോചിച്ച് നോക്കണം, 1936 തുടങ്ങിയ ഒരു ആഗ്രഹമാണ്. പിന്നെ അദ്ദേഹം മത്സരിക്കുന്നത് 1948 12 വർഷം കഴിഞ്ഞതിന് ശേഷം. വലത്തെ കൈകൊണ്ട് വെടിവെച്ച് 1ാം സ്ഥാനം നേടാൻ പറ്റുന്ന പിസ്റ്റളിന്റെ ഷാർപ്പ് ഷൂട്ടറായ ഇദ്ദേഹത്തിന് 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 1948 25 മീറ്റർ നീളുന്ന പിസ്റ്റൾ ഷൂട്ടിൽ 2 സ്വർണ്ണ മെഡൽ നേടി ഒളിമ്പിക്സിൽ ജയിക്കാൻ വേണ്ടി പറ്റി. കഴിഞ്ഞ 9 മാസം അല്ലെങ്കിൽ 10 മാസം കൊണ്ട് കോവിഡ് കൊണ്ട് വന്ന പ്രയാസം നേരിടാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ ബിസിനസ് രംഗത്തുണ്ടായ പരാജയങ്ങളെയും പരിഭവങ്ങളെയും എണ്ണി പറയുന്ന ഞാനും നിങ്ങളും വലത്തെ കൈ നഷ്ടപ്പെട്ടിട്ടും 12 വർഷം കാത്തു നിന്നിട്ട് തൻ്റെ ജീവിതത്തിൽ മറ്റാരും കരുതിയിരിക്കുന്നതിനേക്കാൾ വലിയൊരു നേട്ടം നേടി സ്വർണ്ണ മെഡൽ വാങ്ങിയ പട്ടാളക്കാരൻ നേരിട്ട
പ്രയാസങ്ങളെക്കാൾ വലിയ പ്രയാസമാണോ കഴിഞ്ഞ 9 മാസം ഞാനും നിങ്ങൾ നേരിട്ടത്? അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷം ഞാനും നിങ്ങൾ നേരിട്ടത്? അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനേക്കാൾ പ്രയാസപ്പെട്ടത് നേരിടാൻ വേണ്ടി പോകുന്നത്? തുരുമ്പ് കൊണ്ട് മാത്രമേ ഇരുമ്പിനെ നശിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. വേറെ ഒരു സാധനം കൊണ്ടും ഇരുമ്പിനെ നശിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഒരിക്കൽ കൂടി ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഭാരതം അതിൻ്റെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ അവാർഡ് നൽകിയ രത്തൻ ടാറ്റയുടെ വാക്കുകൾ കടമെടുക്കുകയാണ്. No one can destroy iron, but its own rest can. Likewise, no one can destroy a person, but its own mindset can. നമ്മളെല്ലാവരും കോവിഡ് കൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി പറ്റില്ല. എൻ്റെ ബിസിനസ്സിലും എൻ്റെ ഇടപെടലുകളിലും പ്രയാസങ്ങൾ ഉണ്ടായി നിൽക്കുകയാണ് എന്ന് പറയുന്നിടത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വലത്തേ കൈ നഷ്ടപ്പെട്ട ആ പട്ടാളക്കാരൻ്റെ നഷ്ടത്തിനേക്കാൾ വലിയ നഷ്ടമൊന്നും വരാതെ ഇനിയും മുന്നോട്ട് നീങ്ങാനുള്ള ഒരു മനസ്സ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അർദ്ധരാത്രിക്ക് അടുത്തെടുത്ത ഈ പരിശീലന പരിപാടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടുകൂടി ഈ കഷ്ടകാലത്തെയും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങും എന്ന ആത്മവിശ്വാസത്തോടെ സോൺ 21 കഴിഞ്ഞ 10 ദിവസമായി നടത്തിയ ഈ പരിശീലന പരിപാടിയുടെ അവസാനത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, ഒരുപാട് ആളുകളുടെ മുമ്പിൽ വിജയത്തിൻ്റെ കഥ പറയാൻ, നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി, അതിനേക്കാൾ കൂടുതൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ലെറ്റ് us wait. A time will come, then we all will share our happiness together. ഒരുപക്ഷെ കോഴിക്കോട് നടക്കുന്ന ദേശീയ സമ്മേളനത്തിൽ ഞാനും നിങ്ങളും നേർക്കുനേരെ കാണുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അവസരം തന്ന പ്രിയപ്പെട്ട സോൺ പ്രസിഡന്റിനോടും പ്രത്യേകിച്ച് വളരെ മനോഹരമായി സംഘടിപ്പിച്ച സോൺ ഡയറക്ടർ ബിസിനസ്സിനോടും കർക്കിടകംകുന്നിൻ്റെ പ്രസിഡന്റിനോടും അംഗങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഓവർ ടു ചെയർമാൻ. താങ്ക് യു പ്രമോദ് സാർ. ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ഭാവിയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത ഒരു വളരെ മികച്ചൊരു സെഷൻ തന്നെയായിരുന്നു. കാരണം ഒരു ഫൈനലിന്, നമ്മളതൊരു ഫൈനലാണ്, ഈ ഫൈനലിന് ഉചിതമായിട്ടുള്ള രീതിയിലാണ് അവസാനിപ്പിച്ചത് എന്നുള്ളതാണ്. തുടക്കവും വളരെ ഗംഭീരമായ രീതിയിൽ തുടങ്ങി, ഫൈനലും അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവസാനിപ്പിച്ചു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് കമന്റ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ 1-2 ആള്, അധികം സമയം ഇല്ല, ഒരുപാട് ലേറ്റ് ആയി. സാറിന്റെ മെയിൻ മേജർ ഇപ്പൊ അവിടെ എത്തും, അതിന് മുമ്പായിട്ട് നമുക്ക് അവസാനിപ്പിക്കായിരുന്നു. രാകേഷ് ഒന്ന് അവരെ മൈക്കൊന്ന്, രാകേഷ് ആക്റ്റീവ് ആയിക്കോളൂ. ഫൈഹ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. പ്രമോദ് സാറെ ട്രെയിനിങ് ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. സാറിന്റെ പറ്റി ഒരുപാട് എക്സ്പെക്ടേഷൻസ് എനിക്കുണ്ടായിരുന്നു വരുന്ന സമയത്ത്. ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഈ പ്രമോദ് സാറെ ട്രെയിനിങ് കേൾക്കുന്നതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞത് എന്ന് വെച്ചാല്, സാറ് ഒരു ക്രൗഡ് മുന്നിൽ ഉണ്ടായാൽ മതി, സാറിന് സ്പോണ്ടാനിയസ് ആയിട്ടായിരിക്കും ഓരോ രീതിയിൽ സാറിന് ആൾക്കാരെ ചിരിപ്പിച്ച് കയ്യിലെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ സെഷൻ വാസ് എ ടോട്ടൽ ഓപ്പോസിറ്റ് സെഷൻ. ഞാൻ കേട്ടതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ബട്ട് ഇറ്റ്സ് ഗ്രേറ്റ്. ആ രീതിയിൽ സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ഐ വാസ് ലൈക്ക് ഫുൾ ടൈം, അതിൽ ഒരു മിനിറ്റ് പോലും ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടില്ല. സാറിന്റെ ട്രെയിനിങ്ങിൽ എന്തോ അങ്ങനെ നമ്മൾ പിടിച്ചിരുത്തുന്ന സംതിങ് ഉണ്ടായിരുന്നു സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാമില്. അതുപോലെ തന്നെ സാധാരണ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞാൻ കേൾക്കുന്ന സമയത്ത് ബിസിനസ്, ഞാനൊരു ഓണ്ടർപ്രണർ ഒന്നുമല്ല, ഞാൻ വെറും ഒരു സ്റ്റുഡന്റ് മാത്രമാണ്. പക്ഷെ എങ്കിൽ പോലും സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ സാറ് ചെയ്തിട്ടില്ല, ഞാൻ ബാക്കി ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ കാണാത്തൊരു കാര്യം, എല്ലാവരും പറയും ഇപ്പോ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക, അവിടെ എൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക ചെയ്യുക. പക്ഷെ സാറ് അതിൽ നിന്ന് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ട് അതിന്റെ എന്താണോ അതിന്റെ ആൻസർ, എന്താണോ ആൾക്കാർക്ക് വേണ്ടത്, അതായിരുന്നു സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് സോ മച്ച് ഇൻട്രസ്റ്റിംഗ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ കർക്കിടകംകുന്ന് ലോം ഈ ഒരു സമയത്ത് പോലും ഇതുപോലെ പ്രോഗ്രാം വെച്ചിട്ട് ഇത്രയും പേരെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ
ഈ ഒരു സമയത്ത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പേര് മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ ഇത്രയും പാർട്ടിസിപ്പൻസിന് ഈ സമയത്ത് ഉണ്ടാക്കുക എന്നുള്ളതും വലിയ കാര്യമാണ്. ഈ കർക്കിടാങ്കുന്ന് ലോമിനോട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ആരെങ്കിലും ഒരാൾ കൂടി? ഷിഹാബ് വിളയില്ലോ? പറയൂ. ഈ പ്രോഗ്രാമിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രസിഡന്റ് ആണ്. പറയൂ സർ. തീർച്ചയായിട്ടും പ്രമോദ് സാർ എന്റെ ഒരു ജീവനാണ്. കാരണം എന്റെ റോൾ മോഡലാണ്. അദ്ദേഹത്തിന്റെ ഹാസ്യത്തിനപ്പുറം ഇൻസ്റ്റന്റസ്ലി ആയിട്ടുള്ള കോമഡി അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ട് ആ കാര്യത്തെ തലയിൽ ശരിക്ക് ഗൺ ചെയ്തു തരും. ഒന്ന്. രണ്ടാമത്തെ സംഭവം രത്തൻജിയുടെ ആ വാക്കുകൾ ഉണ്ടല്ലോ, അത് മാത്രം മതി അവസാനം പറഞ്ഞ കാര്യം. ഇരുമ്പിന്റെ തുരുമ്പ് പോലെ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മുടെ പ്രശ്നക്കാരൻ. പ്രമോദ് സാറിന് എന്റെ പ്രസിഡൻഷ്യൽ അക്കാഡമിയിൽ എനിക്ക് കിട്ടിയ ഒരുപാട് പാഠങ്ങൾ എന്നും ഞാൻ എഴുതി വെച്ചിട്ട് ലൈഫിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. അതോടൊപ്പം പ്രമോദ് സാർ ആ പട്ടാളക്കാരന്റെ കഥ പറഞ്ഞത് 12 വർഷം അയാൾ കാത്തിരുന്നിട്ട് ഇടത് കൈകൊണ്ട് ആ ഒളിമ്പ്യൻ മെഡൽ നേടിയെങ്കിൽ നമുക്ക് ഈ 9 മാസമല്ല 9 വർഷം കഴിഞ്ഞാലും തിരിച്ചു വരും, അതിജീവിക്കും നമ്മൾ അതിശക്തമായിട്ട്. പ്രമോദ് സാർ വളരെയധികം വണക്കം സാർ. താങ്ക് യു വെരി മച്ച്. ഇന്ന് നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഏകദേശം 10 ദിവസമായി നമ്മളെ പ്രോഗ്രാം ഒന്ന് വെടിക്കെട്ടോട് കൂടി തന്നെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ കഴിഞ്ഞ 10 ദിവസങ്ങളായി 10 ലോമുകളാണ് ഹോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് JCA താമരശ്ശേരി ടൗണിന് നന്ദി പറയാണ്. അതുപോലെ JCA ഇടവണ്ണപ്പാറ, JCA എടപ്പാൾ, JCA പാലാഴി, JCA പുതിയ നിരത്ത്, JCA കർക്കിടംകുന്ന്, JCA മണ്ണാർക്കാട് സൈലന്റ് വാലി, JCA കൊയിലാണ്ടി, JCA തിരുവമ്പാടി, JCA തിരൂർ. ഇത്രയും ലോമുകളാണ് വളരെ മനോഹരമായിട്ട് 100-നടുത്ത ആളുകൾ എല്ലാ ദിവസവും കൊണ്ടുവന്ന് വളരെ ഗംഭീരമായിട്ട് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് പ്രത്യേകം എല്ലാ പ്രസിഡന്റുമാർക്കും അതിന്റെ അണിയറയിലുള്ള ലോം മെമ്പർമാർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്താണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് ഇതിന്റെ ബാക്കിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന അനൂപ് അച്യുതൻ വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് എനിക്ക് പുറകിൽ ശക്തമായി നിന്ന് തന്ന ആളാണ്. വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇനി ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ JCA കർക്കിടംകുന്നിന്റെ JC മെമ്പർ JC ഡോക്ടർ നസ്രീനെ ക്ഷണിക്കുകയാണ്. നസ്രീൻ പോയി എന്നായിരിക്കും തോന്നുന്നത്. കുഴപ്പമില്ല. പറയൂ. സാറിന്റെ വൈഫ് പ്രോബ്ലം കുഴപ്പമില്ല. അൺമ്യൂട്ട് ആയോ? ഇല്ല, അൺമ്യൂട്ട് ആണ്. പറയൂ. Okay, first of all, let me express my wholehearted happiness for giving Karkidangunnu to host such a great event. So, first of all, let me get into my. Okay. So, I would express my wholehearted thanks to today's faculty, the vibrant, the outstanding JCA engineer Pramod Kumar sir for his motivational, extremely motivational and his outstanding class. Thank you. Thank you, sir. Thanks a lot. And I would like to express my thanks to JC Ravishankar Satyamurthy sir too, who was a past World Treasurer and past National President. I'm extremely thankful to our ZP, the very cool Dr. Sushant, who is also my friend and my junior during my college days. Next, I thank the 2 leaders behind the series think tank, JC Senate Sujit Nexus and JC Senate Anup Achudan, who are indeed the great brain behind the series, this business series. I also thank the very calm tiger ZBP J.F.M. Rashid sir. And I thank all the past leaders, all the zone officers, the presidents, JCs and non-JCs who are all attended the session. Thank you all. Thank you Nasreen. അതുപോലെ തന്നെ രാകേഷ്, ടെക്നിക്കൽ സപ്പോർട്ട്. അതെ പറയാൻ പോരായിരുന്നു. കാരണം എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ബുദ്ധിമുട്ടായ സമയത്ത് ഒരു കുറവുമില്ലാതെ വളരെ മനോഹരമായിട്ട് രാകേഷ് മെയിൻറ്റെയിൻ ചെയ്തു. രാകേഷിന് സ്പെഷ്യലായിട്ട് നന്ദി പറയേണ്ട കാര്യമില്ല, കട്ട ചങ്കാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ലെങ്കിലും ഒഫീഷ്യലായിട്ട് പറയുന്നു. അതുപോലെ തന്നെ പ്രമോദ് സാർ റോക്സ് തന്നെയാണ്.
കാരണം ആ ഒരു സ്വാഗത പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു സൗകര്യമില്ലായിരുന്നു. ഇനി പ്രമോദ് സാറെ പ്രോഗ്രാം എന്നാണെന്ന് വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നന്ദി സോൺ 21 വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സീരീസ് ഇവിടെ സമാപിക്കുകയാണ്. ഇനി ഒരു B2B സീരീസ് വരുന്നുണ്ട്. അപ്പൊ ഉടനെ തന്നെ അത് പ്രതീക്ഷിക്കാം. ബിസിനസ് പ്രസന്റ് ചെയ്യാനുള്ള താല്പര്യമുള്ള എല്ലാവർക്കും ആ B2B സീരീസിൽ പങ്കെടുക്കാവുന്നതാണ്. അതൊരു 3-4 പ്രോഗ്രാം ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. അപ്പൊ കീപ് ഇൻ ടച്ച്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരെയാണ്. ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു. Good night. താങ്ക് യു സർ. Bye. താങ്ക് യു. ഗുഡ് നൈറ്റ് പ്രമോദേട്ടാ. Good night. Good night. Good night. ബൈ. Good night, Pramod. Good night.